യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ ജഗത്ത് മുഴുവൻ ജ്ഞാനിക്ക് ആത്മസ്വരൂപമാണ് എന്ന് വസ്തുത പ്രകാശിപ്പിക്കുകയാണ്. സാധനയുടെ ആരംഭഘട്ടത്തില് ദേഹം ഞാനല്ല എന്ന് അറിയണം. ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല എന്നിങ്ങനെ പിരിച്ച് അകമേക്ക് അനുഭവപ്പെടുന്ന ശുദ്ധമായ ബോധത്തിനെ ജഡത്തിന്റെ പിടിയിൽ നിന്നും വിമുക്തമാക്കി സ്വതന്ത്ര സത്തയായിട്ടുള്ള അന്തര്യാമിയെ അകമേ ധ്യാനിക്കുന്നു, തെളിഞ്ഞ് അനുഭവിക്കണം. അങ്ങനെ അനുഭവിച്ചാലും ധ്യാനം വിട്ടു ഉണരുമ്പോൾ അഥവാ വിചാരജ്ഞാനത്തിൽ നിന്നും വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ശരീരം, പ്രപഞ്ചം, അനേക വസ്തുക്കൾ കാണപ്പെടും. നിർവികൽപ്പമായ ഒരു സ്ഥിതി എന്നുവെച്ചാൽ ധ്യാനിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ധ്യാനം വിട്ട് ഉണരുമ്പോൾ ഭേദം തോന്നുന്നു. നേരെ മറിച്ച് ജ്ഞാനിക്ക്, ഈ സത്യം അകമേക്ക് കണ്ട ജ്ഞാനിക്ക് ദേഹം ഞാനല്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അജ്ഞാനിക്ക് ദേഹം മാത്രം ആത്മാ, ദേഹത്തിന് അപ്പുറം ഒരു സത്യം കാണാൻ വയ്യ, ശരീരം മാത്രമേ അറിയണുള്ളൂ. ദേഹാത്മഭാവേ അജ്ഞജഡവും സമാനവും. ഈ ശ്ലോകം കുറച്ച് വിചിത്രമായിട്ട് തോന്നും. ഈ ശ്ലോകം ആദ്യത്തെ വരി ദേഹാത്മഭാവത്തിൽ അജ്ഞനും ദേഹാത്മഭാവേ ജ്ഞജഡവും സമാനവും. ദേഹാത്മഭാവേ ജ്ഞഃ എന്ന് വെച്ചാൽ അറിവുള്ളവൻ, ജ്ഞാനി. ജഡഃ എന്ന് വെച്ചാൽ അജ്ഞാനി. രണ്ടുപേരും സമാന ബുദ്ധിയുള്ളവരാണെന്നാണ്. രണ്ടുപേർക്കും ദേഹം ആത്മാവാണ്. പിന്നെ എന്താ വ്യത്യാസം? ഏകസ്യ ദേഹേ ഹൃദി ദീപ്ത ആത്മാ. ഒരാൾക്ക് ശരീരത്തിൽ ഹൃദയത്തിൽ ആത്മവസ്തു പ്രകാശിക്കുന്നു. മറ്റേ ആൾക്കോ ആക്രമ്യ ദേഹം ച ജഗച്ഛ പൂർണ്ണഃ പരസ്യ ഏകസ്യ ദേഹേ ഹൃദി ദീപ്ത ആത്മാ. ഏകസ്യ ദേഹേ ഹൃദി ആത്മാ ദീപ്തഃ ദേഹം ജഗച്ഛ ആക്രമ്യ പൂർണ്ണഃ. ജ്ഞാനിയുടെ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ ഹൃദയത്തിൽ ആത്മാനുഭവം ഉള്ളതുകൊണ്ട് ശരീരവും ജഗത്തും പ്രപഞ്ചവും എല്ലാം തന്നെ ആത്മാവാണ്. ആത്മാവിൽ നിന്ന് അന്യമായി, ബോധത്തിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തു കാണാനില്ല. ബോധസമുദ്രത്തിൽ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു നാമരൂപ ദർശനം മാത്രം. സ്വർണത്തിൽ വളയും മാലയും മോതിരവും ഒക്കെ ഉള്ള പോലെ തന്നെ ബോധത്തിൽ ഈ ശരീരം എന്നുള്ള ഒരു നാമം, രൂപം. ശരീരവും ബോധമയം, ചിതാകാശമയം. ആ ഒരു അനുഭൂതി ദർശനം ഏർപ്പെടുമ്പോ ദേഹം ഞാനല്ല, ദേഹം എന്റെയല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല, ഈ ഒരു സ്ഥലം പോലും, ഈ ഒരു തലം പോലും കടന്ന് ദേഹം എന്നൊരു വസ്തു തന്നെ ഇല്ല എന്നുള്ള അനുഭവം. അവിടെയാണ് പൂർണ്ണമായ ജീവൻ മുക്തി. അല്ലെങ്കിൽ ജീവൻ മുക്തിയെ സാധ്യമല്ല. എന്താന്ന് വെച്ചാൽ എത്രയൊക്കെ തന്നെ ദേഹം ഞാനല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഈ ദേഹം അവിടെ നിൽക്കണമെങ്കിൽ ബുദ്ധിമുട്ട്, ദുഃഖം, വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജ്ഞാനികളുടെ അനുഭവതലത്തിൽ ശരീരമേ ഇല്ല എന്നവർ പറയണം. രമണ മഹർഷി ക്യാൻസർ വന്നിരിക്കുമ്പോ, സാർക്കോമ കയ്യിൽ വന്നപ്പോ പലരും ചികിത്സിച്ചു. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി
യുനാനി ഇനിയൊരു ചികിത്സ ബാക്കിയില്ല. എല്ലാവരും ഉപദ്രവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിനെ. ഭക്തന്മാരെ സ്നേഹം കൊണ്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അതാണ്. അവസാനം ആരോ ഒരു ഭക്തനൊരു ഐഡിയ തോന്നി, മഹർഷിയുടെ ചിത്തത്തിൽ ഒരു സങ്കല്പം വന്നാൽ മതി ഈ വ്യാധി ഗുണമാകണം എന്ന്. അത് ഗുണമാകും. നമ്മൾക്ക് വേണ്ടി അദ്ദേഹം ഒന്ന് സങ്കല്പിച്ച് തന്റെ തന്നെ മറ്റൊരു കൈ എടുത്ത് ആ കൈയിലൊന്ന് സങ്കല്പിച്ചുകൊണ്ട് വെച്ചാൽ ഗുണമാകും. അതിനവര് മഹർഷിയുടെ പൂർവാശ്രമത്തിലെ അനുജത്തി അലമേലു എന്നു പേര് അമ്മയ്ക്ക്, അവരെ പിടിച്ച് പറഞ്ഞു, ഒന്ന് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക, ഭക്തന്മാർക്ക് വേണ്ടി മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ച് ഈ വ്യാധി ഗുണമാകണം എന്നൊന്ന് സങ്കല്പിക്കാം. അപ്പൊ ഇവര് വളരെ ഭയന്നുകൊണ്ട് മഹർഷിയുടെ അടുത്ത് ചെന്ന് നിന്നു. ഇവർക്കൊക്കെ ഏട്ടനാണെന്നുള്ള ഭാവമൊന്നും അവർക്ക് അല്പം പോലും ഇല്ല. അദ്ദേഹം പക്ഷെ അനുജത്തിയുടെ അടുത്ത് വർത്തമാനം പറയുന്ന അതേ ഭാവത്തോടെ അങ്ങോട്ട് വർത്തമാനം പറയുകയുള്ളൂ. പക്ഷെ ഇവർക്ക് അങ്ങോട്ട് തോന്നുകയില്ല ഏട്ടനാണെന്നുള്ള ഭാവം. അമ്മയ്ക്കും മകനാണെന്നുള്ള ഭാവമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അമ്മയുടെ അടുത്ത് സംസാരിക്കണ പോലെ സംസാരിച്ചാലും അമ്മയ്ക്ക് മകനാണെന്നുള്ള ഭാവം വിട്ടുപോയി. അതാണ് അത്ര കണ്ട ആ വ്യക്തിത്വം ഇല്ലാതായ സ്ഥിതി. അപ്പൊ ഈ അലമേലു അമ്മ അടുത്ത് ചെന്ന് നിന്നു. അപ്പോ വളരെ പ്രിയത്തോടെ ചോദിച്ചു, അലമേലു എന്തു വേണം, ഏൻ വന്നിരിക്കെ? അപ്പോ ഇവര് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ വ്യാധി അങ്ങയ്ക്ക് പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ ഭക്തന്മാർക്കൊക്കെ വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടി അല്പം ഒന്ന് സങ്കല്പിച്ച് ആ കയ്യിലുള്ള വ്യാധി മാറണം എന്ന് സങ്കല്പിച്ചാ മതി. ഭഗവാൻ സങ്കല്പിച്ചാ മാറും. അപ്പൊ മഹർഷി പറഞ്ഞു, ഓ അതാണ് ഇപ്പൊ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കണത്. നീയിപ്പൊ എന്തു പറയണു? നിങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പൊ എനിക്കൊരു ശരീരമുണ്ട് എന്ന് ആദ്യം സങ്കല്പിക്കണം. പിന്നെ ആ ശരീരത്തിൽ ഒരു കൈയുണ്ട് എന്ന് സങ്കല്പിക്കണം. പിന്നെ ആ കൈയിൽ മാറാത്തൊരു വ്യാധി വന്നിരിക്കണമെന്ന് സങ്കല്പിക്കണം. അതാരും വിചാരിച്ച് മാറണില്ല എന്ന് സങ്കല്പിക്കണം. അത് മാറണം എന്നൊരു സങ്കല്പം. ഇത്രയും സങ്കല്പം ചെയ്യാൻ ഞാനിപ്പോ മനസ്സിനെവിടെ പോകും? എന്നുവെച്ചാൽ ദേഹം ഉണ്ട് എന്നുള്ളത് സങ്കല്പം തന്നെ അകമേ നിന്ന് വിട്ടുപോയാൽ ആ ഒരു സ്ഥിതിയാണ് പരിപൂർണമായ ജീവൻ മുക്തി സ്ഥിതി. ബംഗാളില് ആനന്ദമയിമ എന്നൊരു അമ്മയുണ്ടായിരുന്നു. വളരെ ഉയർന്ന സ്ഥിതിയിൽ, ഏകദേശം രമണ മഹർഷിയൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അവര് ഒരു സ്ത്രീ ശരീരത്തില് ഇരുന്നും ജീവൻ മുക്തി പൂർണ്ണ അനുഭവസ്ഥിതിയിൽ ഇരിക്കാമെന്നുള്ളതിനൊരു പ്രമാണമായിരുന്നു അവര്. അവരുടെയും സ്ഥിതി ഇതുപോലെയായിരുന്നു. അവസാന അവരോടൊക്കെ ചോദിക്കുമ്പോൾ, അമ്മയുടെ ശരീരത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും, ഇത് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ ശരീരമാണ്, എനിക്ക് ശരീരമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗുരുവിനെ വേണമെന്നോ ഇങ്ങനെ ഒരു ശരീരം വേണമെന്നോ. അതുകൊണ്ട് നിങ്ങളുടെ ദർശനത്തിലാണ് ഈ ശരീരമുള്ളത്, എന്റെ അനുഭവത്തിൽ ശരീരമില്ല. അവർക്ക് ചിലപ്പോൾ ഭാവസമാധി പോലെയുള്ള അവസ്ഥകളൊക്കെ വരും. അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോഴും അവർ പറയും, എനിക്ക് ഒരു മാറ്റവുമില്ല, ഞാൻ എപ്പോഴും ഏകസ്വരൂപമായിട്ടിരിക്കണു. പക്ഷെ നിങ്ങളിൽ ചിലർ ഈ ശരീരത്തിൽ ഇത്തരത്തിലുള്ള സമാധി സ്ഥിതിയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ആവിർഭവിക്കണതെന്ന്. അല്ലാതെ ഇതൊന്നും എനിക്ക് അറിയണേയില്ല എന്ന് പറയവര്. അപ്പോ ജ്ഞാനികളുടെ ഏതാണ് തസ്യസ്ഥിതിം ഭാവയിത്തും ക്ഷമഃക്കഃ. ഭഗവാൻ തന്നെ പറയണു, അവരുടെ ആന്തരിക സ്ഥിതി ആർക്ക് ഊഹിക്കാൻ സാധിക്കും? അപ്പൊ ആ അവസ്ഥയെ നമുക്കൊരു സൂചന തരാണ്. ദേഹവും ജഗത്തും എല്ലാം ചിദാകാശമയം. ദേഹം എന്ന് ഒന്ന് ജനിച്ചിട്ടേയില്ല എന്നാണ്, ഉണ്ടായിട്ടേ ഇല്ല. എന്നാൽ കാണുന്നുണ്ടല്ലോ, ഒക്കെ കാണും. മരുഭൂമിയില് വെള്ളം കാണുന്ന പോലെ ഇവിടെ അനേക ദേഹങ്ങൾ കാണും. നമ്മളുടെ ദേഹം മാത്രമല്ല, എത്ര ദേഹം ഉണ്ടായി. നമ്മളുടെ ഒരു ജീവിതത്തെ തന്നെ ആലോചിച്ച് നോക്കൂ, എത്ര ദേഹങ്ങൾ നമ്മളുടെ കൺമുമ്പിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്.
എത്ര ദേഹങ്ങൾ നമ്മളോട് അടുത്ത് പെരുമാറിയത് കഴിഞ്ഞൊടുക്കുന്ന വേഗത്തിൽ മറഞ്ഞുപോയിട്ടുണ്ട് ഇവിടുന്ന്. 2 വർഷം മുമ്പ് ചിലപ്പോൾ ഇവിടെ ഗീത കേട്ടവരും പ്രഭാഷണം കേട്ടവരും ഒന്നും ചിലപ്പോൾ ചിലരിവിടെ ഉണ്ടാവില്ല. വളരെ കാര്യമായിട്ട് ഇരുന്നവരായിരിക്കും. എവിടെ പോയി? ഏത് ഉണ്ടായിട്ട് ഇല്ലാതാവുന്നു അത് വാസ്തവമായ വസ്തുവേ അല്ല എന്നാണ്. ആദൗ അന്തേച എന്നാസ്തി വർത്തമാനേപി തത്തത. ഗൗഡപാദാചാര്യർ പറയുന്ന ഒരു യുക്തിയാണ്. ആദിയിൽ ഏതൊന്നില്ലയോ അന്തത്തിലും ഏതൊന്നില്ലയോ അത് ഇടക്കാലത്ത് ഉള്ള പോലെ തോന്നുകയാണെങ്കിലും അത് വാസ്തവമല്ല എന്നാണ്. ഇടയ്ക്ക് ഓർമ്മ വെച്ചോളണം. എല്ലാ കാര്യത്തിനും ഈ ഒരു യുക്തി ഉള്ളിൽ വെച്ചാൽ മതി. ആദിയിലും യാതൊന്നില്ലയോ അന്തത്തിലും യാതൊന്നില്ലയോ അത് നടുവിലൊക്കെ കണ്ടാൽ പോലും കാണുമ്പോ ഓർമ്മിച്ചുകൊള്ളുക ഇത് ഉണ്മയല്ല, വാസ്തവമല്ല. ആദൗ അന്തേച യത് നാസ്തി. നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുന്നു. വളരെ ദുഃഖമായിട്ടുള്ള സിനിമയാണെങ്കിൽ കരയുമ്പോഴും സീരിയസ് ആയിട്ട് കരയില്ല. എന്താന്ന് വെച്ചാൽ ഇത് സിനിമയാണെന്ന് അറിയാം. എങ്ങനെ സിനിമയാണെന്നാണ്. കുറച്ചു നേരം മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞേ ഇല്ല, നടുവിൽ കാണണു, അത്രയേ ഉള്ളൂ. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മുമ്പിൽ കാണുന്നു, അത്രയേ ഉള്ളൂ. ഈ യുക്തി നല്ലവണ്ണം വിചാരം ചെയ്താൽ നമ്മൾ വൈകുന്നേരം പറയുന്ന സ്ഥിരപ്രജ്ഞ ഭാവം ഉള്ളിൽ അങ്ങോട്ട് നഷ്ടപ്പെടാതെ നിർത്താൻ അല്പമൊക്കെ നമുക്ക് സാധിക്കും. ആദിയിലും അന്തത്തിലും ഇല്ലാത്തതാണ് ഈ ശരീരം. അനുസ്യൂതം പരിണമിച്ചും കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അത് വർത്തമാനകാലത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് ചിതാകാശത്തിൽ ഒരു ദർശനം മാത്രമാണ്. അതും ചിതാകാശ സ്വരൂപം തന്നെ. ബോധത്തിൽ എന്തൊക്കെ ഉണ്ടാവുന്നു അതൊക്കെ ബോധം തന്നെ. സമുദ്രത്തിൽ കുമിളയുണ്ടായാലും അലയുണ്ടായാലും എല്ലാം വെള്ളം തന്നെ. സമുദ്രവും വെള്ളം തന്നെ, കുമിളയും വെള്ളം തന്നെ, അലയും വെള്ളം തന്നെ. അതുപോലെ ബോധത്തിൽ എന്തൊക്കെ തന്നെ പൊന്തി വന്നാലും അതൊക്കെ ബോധസ്വരൂപം തന്നെ, അല്ലാതെ മറ്റൊന്നും അതിലുണ്ടാവില്ല. അതേപോലെ ശരീരം, മനസ്സ്, ബുദ്ധി, എന്റെ വ്യക്തിബോധം എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ തന്നെ ബോധമയം, ബ്രഹ്മമയം. അല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതാണ് ചതുശ്ലോകി ഭാഗവതത്തിന്. എന്താ ചതുശ്ലോകി ഭാഗവതം? സൃഷ്ടിക്ക് മുമ്പ് അഹമേവ ആസം ഏവ അഗ്രേ ന അന്യത് സദ് അസത് പരം. ബ്രഹ്മാവിനോട് ഭഗവാൻ പറയാണ്, ബ്രഹ്മാവേ, സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ വ്യക്തമോ അവ്യക്തമായിട്ട് ഇവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ അല്ലാതെ. എന്നാൽ പിന്നീട് സൃഷ്ടിച്ചപ്പോഴൊക്കെ ഉണ്ടായോ എന്ന് വെച്ചാൽ സൃഷ്ടിച്ച ശേഷവും ഞാനേ ഉള്ളൂ. പശ്ചാദഹം. പിന്നീട് സൃഷ്ടിയൊക്കെ പോയി പ്രളയകാലത്തോ യോ അവശിഷ്യേത സോസ്മ്യഹം. അപ്പോഴും അവശേഷിക്കുന്ന വസ്തു ഞാൻ തന്നെ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഈ തത്വമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആക്രമ്യ ദേഹം ച ജഗച്ച പൂർണ്ണഃ പരസ്യമേയം തനുമാത്രം ആത്മാ. തന്റെ ഉള്ളിൽ സ്വരൂപദർശനം കിട്ടിയ ആൾക്ക് ആക്രമ്യ ദേഹം ച ജഗച്ച പൂർണ്ണഃ. ദേഹവും ജഗത്തും എല്ലാം തന്നെ ആത്മാനുഭവസ്വരൂപം. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവില്ല. നേരെ മറിച്ച് അജ്ഞാനിക്കോ തനുമാത്രം ആത്മാ. അജ്ഞാനിക്ക് ശരീരം മാത്രം ആത്മാ. ശരീരത്തിന്റെ അല്പം പോലും പെനട്രേഷൻ ഉള്ളിലില്ല. ദേഹം മാത്രം. ദേഹത്തിനെ പോഷിപ്പിക്കുക, ദേഹത്തിനെ ലാളിക്കുക. നമ്മളുടെ സകല സംസ്കാരങ്ങളും ദേഹം ആത്മാവാണെന്ന് ധരിച്ചതിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതാണ്. നമ്മളുടെ വൈദിക സംസ്കാരങ്ങളടക്കം. ഉപനിഷത്തില് ഒരു കഥയുണ്ട്. മഹാബലിയുടെ അച്ഛനായ വിരോചനനും ദേവേന്ദ്രനും കൂടെ ബൃഹസ്പതിയുടെ അടുത്ത് ബ്രഹ്മവിദ്യ പഠിക്കാനായിട്ട് പോകുന്നു. അവിടെ പഠിക്കാൻ പോകുമ്പോ പഴയ കാലത്ത് ആചാര്യന്മാർ ഇതുപോലെ ക്ലാസ് എടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയൊന്നുമില്ല. അവര് വേണമെന്ന് വെച്ചിട്ട് തന്നെ
തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയൊക്കെ ചിലപ്പോ പറയും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മളുടെ ഉള്ളിലുള്ള മെഷീനൊക്കെ പ്രവർത്തിപ്പിക്കണ്ടേ. എല്ലാം അങ്ങനെ വായിൽ അങ്ങനെ ഊട്ടി തന്നാലോ. അപ്പൊ നമ്മൾ അല്പമൊക്കെ ഒന്ന് ചിന്തിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ സൂചനയെ തരുവുള്ളൂ. സത്യത്തിന്റെ സൂചനയെ കൊടുക്കുകയുള്ളൂ. അത് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നും വരാം. അപ്പൊ ബൃഹസ്പതിയുടെ അടുത്ത് ഇന്ദ്രനും വിരോചനനും ചെന്നപ്പോ ബൃഹസ്പതി ആദ്യം പറഞ്ഞു, പ്രജാപതി ആദ്യം പറഞ്ഞു, നദിയിൽ പോയിട്ട് നിങ്ങളുടെ പ്രതിബിംബം നല്ലവണ്ണം അലങ്കരിച്ച്, ശരീരമൊക്കെ നല്ലവണ്ണം അലങ്കരിച്ച് സുന്ദരമാക്കിയിട്ട് പ്രതിബിംബത്തിനെ കാണുക. എന്താണോ നിങ്ങൾ നദിയിൽ റിഫ്ലക്റ്റായി കാണുന്നത് അത് തന്നെ ആത്മാ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിവിട്ടാൽ മതി എന്നേ ഉണ്ടാവുള്ളൂ ഈ ജ്ഞാനികൾക്ക്, ഈ ചോദ്യം ചോദിക്കുന്നവരും. അപ്പൊ എന്തെങ്കിലുമൊക്കെ അരകോറം മനസ്സിലാക്കിയിട്ട് പോയാലും പോട്ടെ. പക്വമുള്ള ആളാണെങ്കിൽ പിന്നെയും ചോദിച്ചുകൊണ്ട് വരും. സത്യം കണ്ടെത്തുന്നവരെ അയാള് ഉള്ളിൽ വിചാരം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ എളുപ്പ വഴി ആളുകൾ പിടിവിടാൻ. ഒന്നിലും ഭസ്മം കൊടുക്കുക, ഒരു പഴം കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നാമം ജപിക്കൂ മതി എന്ന് പറഞ്ഞ് അയച്ചാൽ തൽക്കാലം അവർ ഉപദ്രവിക്കില്ലല്ലോ. ഇപ്പൊ ഇദ്ദേഹം കണ്ടുപിടിച്ചൊരു വഴി, നദിയിൽ പോയി പ്രതിബിംബം നോക്കാൻ പറഞ്ഞു. രണ്ടുപേരും ചെന്നു. വിരോചനന് നദിയിൽ നല്ലവണ്ണം അലങ്കരിച്ച് അങ്ങനെ നദിയിൽ അങ്ങനെ പ്രതിബിംബം കണ്ടപ്പോ ആഹാ, എന്റെ ആത്മാ എത്ര സുന്ദരമായിട്ടിരിക്കണോ, ഇത് തന്നെ ആത്മാ എന്ന് അയാൾ തീരുമാനിച്ചു അത്രേ. ഇന്ദ്രന് അല്പം തൃപ്തി വന്നില്ല എന്നാണ്. ഇതെങ്ങനെ, ഇത് ആത്മാവാണെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് തൃപ്തി ഏർപ്പെടുന്നില്ലല്ലോ. ഇത് നശിച്ചു പോകും, ഇത് പരിണമിച്ചും കൊണ്ടേയിരിക്കുന്നു, ഇത് ക്ഷയിക്കും, ഇതിന് വ്യാധി വരുന്നു, ഇത് എന്തെങ്കിലും ഒരു ദിവസം എന്നെ വിട്ടുപോകും. ഇത് ഞാനാണെന്ന് കരുതുന്നത് കൊണ്ട് എനിക്കൊരു പൂർണ്ണമായൊരു സംതൃപ്തിയോ ശാശ്വതമായൊരു സ്ഥിതിയോ കിട്ടണമില്ല, ശാന്തി ഉണ്ടാവണമല്ലോ എന്ന് അല്പം സംശയം ഉണ്ടായി. തിരിച്ച് പ്രജാപതിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ഒരു 12 വർഷം എന്റെ കൂടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ അനേക 12 വർഷങ്ങൾ കഴിഞ്ഞ് പതുക്കെ പതുക്കെ തത്വബോധം ഉണ്ടായി ഇന്ദ്രന്. പക്ഷേ വിരോചനൻ തനിക്ക് കിട്ടിയ അറിവും വെച്ചുകൊണ്ട് പോയി അസുരന്മാരോട് ചെന്ന് പറഞ്ഞു, എനിക്ക് സത്യം അറിഞ്ഞു, ദേഹമാണ് ആത്മാ. ആ ദേഹാത്മവാദത്തിനെ പ്രചരിപ്പിച്ചു അത്രേ. അതിൽ നിന്നാണ് മരിച്ചുപോയ ശവത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഉപനിഷത്ത് പറയണം. ജീവിച്ചിരിക്കുമ്പോ ആരും ശ്രദ്ധിക്കാതെ മരിച്ചുപോയാൽ തമിഴ്നാട്ടിലൊക്കെ കാണണം, അതിനെ അലങ്കരിച്ച് ഉള്ള പുഷ്പമൊക്കെ ഇട്ട് സിംഹാസനത്തിൽ ഇരുത്തി പാട്ടും കൊട്ടും കൊലവയായിട്ട് പോകും. രാക്ഷസന്മാരുടെ ഏർപ്പാടാ. മരിച്ചു കഴിഞ്ഞ ശവത്തിന് കൊണ്ടുപോയി എരിച്ചു കളയാതെ അതിനെ വെച്ച് അലങ്കരിച്ച് നാറിക്കഴിഞ്ഞ് ശിവം പോയിട്ടുള്ള ശവത്തിനെ പാട്ടും കൂത്തും ഉള്ള പുഷ്പങ്ങളും ഉള്ള കാലത്ത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ ആ ശരീരം, അതിനുശേഷം ആ ശരീരത്തിനെ കുഴിച്ചിടണോ അല്ല അതിനെ എരിച്ചു കളയണോ. എരിച്ചു കളയാൻ പേടി. അതാണ് ഈ സെമിറ്റിക് റിലീജിയൻസ് എന്ന് പറയണത്. ഈ ക്രിസ്ത്യാനികളും മുസ്ലിംസിനും പിന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ നടുവിലും ചിലരുണ്ട്. സെമിറ്റിക്കാണ് അവർ. അതായത് സെമിത്തേരി അല്ലെ, സെമിറ്ററിയിൽ കൊണ്ടുപോയിട്ട് അതിനെ പൊതച്ചു വെച്ച് ഈ എന്താ ഗ്രീസിലൊക്കെ കാണാം അവർക്ക് ആ ശരീരത്തിന്റെ അവിടുത്തെ രാജാക്കന്മാരുടെ ശരീരമൊക്കെ, അതാണ് നമ്മൾ മമ്മീസ് എന്ന് പറയുന്നത്. അതൊക്കെ ഉള്ള ദ്രവ്യങ്ങളൊക്കെ പൂശി അത് കേടുവരാതെ കുഴിച്ചു വെച്ച് അത് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ളതാണ്. ആ ഗോപുരങ്ങൾ പോലെയൊക്കെ കെട്ടി അതിൽ കാര്യമായി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച് ഈ ശരീരത്തിനെ സൂക്ഷിക്കും. നാരായണ ഗുരുസ്വാമിയോട് അദ്ദേഹം ഉപദേശങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല മാറ്റങ്ങളും വരുത്തിയല്ലോ അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ ഇടയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്കൊരു സംശയം, സാധാരണ ഹിന്ദുമതത്തിൽ നിന്ന് നമുക്ക് പല വ്യത്യാസങ്ങളും വേണമെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ നാരായണ ഗുരുസ്വാമിയോട് അവർ ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനെ നമ്മളുടെ സമ്പ്രദായത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കുഴിച്ചിടണോ അഥവാ എരിച്ചു കളയണോ അഥവാ അതിന് ടോമ്പ് കെട്ടണോ, എന്താ വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇവർ ചോദിച്ചതാണ്. അദ്ദേഹം ഉത്തരം പറഞ്ഞത്,
എണ്ണയാട്ടണ ചക്കിലിട്ട് ആട്ടിയിട്ട് വാഴയ്ക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത്ര. അപ്പൊ അവര് അയ്യോ, എന്താ നോവോ വേദനിക്കോ? അയ്യോ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അയ്യോ ശരീരത്തിന് ഇങ്ങനെ എന്താ വേദനിക്കോ? ദേഹത്തിനോടുള്ള ദേഹാത്മഭാവം. ധർമ്മശാസ്ത്രങ്ങൾ ചിലതൊക്കെ പറഞ്ഞു വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ആ ശരീരത്തിനോടൊരു നന്ദി പ്രകടനം എന്ന രീതിയിൽ അവസാനം കുറച്ച് കൊണ്ടുപോയി പുത്രന്മാരെന്തോ ചെയ്തു, കുറച്ച് മന്ത്രം ജപിച്ചു, കഴിഞ്ഞു കൊണ്ടുപോയി എരിച്ചു കളയാം. അത് ഒന്നും ഇനി പ്രകൃതിയിൽ ആർക്കും ഒരു ഉപദ്രവമായിട്ട് അത് എവിടെയും നിൽക്കരുത്. എരിച്ചു കളയാം, ഭസ്മമാക്കി കളയാം. ഭസ്മാന്തകം ശരീരം കഴിഞ്ഞു, എരിച്ചു കളയാം. വായിൽ അരിയിടുന്ന സമ്പ്രദായം പോലും വിരോചനന്റെ മാർഗത്തുനിന്ന് വന്നതാണെന്നാണ് ഉപനിഷത്ത് പറയണത്. എങ്ങനെയാ നമ്മൾ തുടർന്ന് വരുന്നുണ്ട്. അതെങ്ങനെ ഇത് രണ്ടും കൂടെ ഘടിപ്പിക്കാന്ന് ആരോടെങ്കിലും ചോദിക്കണം, എനിക്ക് പിടികിട്ടില്ല. അവിടെ വ്യക്തമായിട്ട് ഇത് പറയണു. വായിൽ അരിയിടുന്ന സമ്പ്രദായത്തിനെ പോലും വിരോചനൻ പ്രചരിപ്പിച്ചതാണെന്ന് പറയണു ശ്രുതി. എന്താന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞ ശരീരത്തിന് അല്ലെങ്കിൽ ഇതെന്ത്, പിന്നെ ഒരു ആ ജഡത്തിനോടുള്ള പറ്റ്. അപ്പോ ഈ ദേഹം മാത്രം ഞാൻ എന്നുള്ള ഒരു ഭ്രമം, അത് ഉള്ള കാലത്ത് അതിനെ പോഷിപ്പിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വരൂപം പോയാൽ പിന്നെയും ഈ ദേഹത്തിനോടുള്ള പറ്റിക്കൂടൽ. അപ്പൊ ഈ ദേഹം മാത്രമാണ് ആത്മാ അജ്ഞാനിക്ക്. വിജ്ഞാനിക്കാവട്ടെ ദേഹമല്ല, ദേഹമേ ഇല്ല. ഇവിടെ ജഗത്ത് മുഴുവൻ ചൈതന്യമയം. ദേഹം എന്നുള്ളത് വെറും ഒരു നാമരൂപ ആരോപണം. ഇറ്റ് ഈസ് ഓൺലി എ തോട്ട്. സർവം ഖലു ഇതം ബ്രഹ്മ. കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമാണ്, പരമാത്മസ്വരൂപമാണ്. പരമാത്മാവല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുവില്ല എന്നുള്ള അനുഭൂതിദാർഢ്യമാണ് വിജ്ഞാനിയുടെ സ്ഥിതി. അതാണ് ആക്രമ്യ ദേഹം ച ജഗച്ച് പൂർണ്ണഃ പരസ്യ മേയം തനുമാത്രം ആത്മാ. അജ്ഞാനിക്ക് തനുമാത്രം ആത്മാ. അതേപോലെ വിശ്വമോ, ഈ കാണുന്ന വിശ്വം, അതാണ് അടുത്ത ശ്ലോകം. അജ്ഞസ്യ വിജ്ഞസ്യ ച വിശ്വമസ്തി പൂർവസ്യ ദൃശ്യം ജഗദേവ സത്യം പരസ്യ ദൃശ്യാശ്രയഭൂതമേകം സത്യം പ്രപൂർണം പ്രവിഭാതി അരൂപം അജ്ഞസ്യ വിജ്ഞസ്യ ച വിശ്വം അസ്തി. അജ്ഞാനിക്കും വിജ്ഞാനിക്കും വിശ്വം ഉണ്ട്. പൂർവസ്യ ദൃശ്യം ജഗദേവ സത്യം. അജ്ഞാനിക്ക് ഈ കാണപ്പെടുന്ന ദൃശ്യരൂപമായിട്ടുള്ള പ്രപഞ്ചമുണ്ടല്ലോ, അത് മാത്രം ഉണ്മ. പരസ്യ ജ്ഞാനിക്കാവട്ടെ ദൃശ്യ ആശ്രയഭൂതം, ഈ ദൃശ്യത്തിന് അധിഷ്ഠാനമായിട്ട്. ദൃശ്യം എവിടെ അറിയപ്പെടുന്നു? ഈ പ്രപഞ്ചത്തിനെ ആര് കാണുന്നു? ഞാൻ കാണുന്നു. പ്രപഞ്ചത്തിനെ കാണുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലാണ് പ്രപഞ്ചം പ്രകാശിക്കണം. അല്ലെങ്കിൽ പ്രപഞ്ചം എവിടെ തോന്നും? പ്രപഞ്ചാനുഭവത്തിന് മുഴുവൻ ആശ്രയം അഹമസ്മി എന്നുള്ള അനുഭവമാണ്. അപ്പൊ ദൃശ്യാശ്രയം, ദൃശ്യത്തിന് ആശ്രയം എന്താണ്? ദൃക്കാണ്. ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ദിണ്ഡിമഹ. ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ഡിമഹ. വേദാന്തത്തിന്റെ പെരുമ്പറഘോഷം എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ദൃക് ദൃശ്യവും ദ്വൗ പദാർത്ഥൗ സ്തഃ പരസ്പര വിലക്ഷണവും. ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ഡിമഹ. രണ്ടു പദാർത്ഥങ്ങൾ, ഒന്ന് ദൃക്ക്, ഒന്ന് ദൃശ്യം. ഒന്ന് കാണുന്നവൻ, ഒന്ന് കാണപ്പെടുന്ന വസ്തു. കാണുന്നവനായ ഞാൻ എന്നുള്ള അനുഭവമുണ്ടല്ലോ, ആ അനുഭവത്തിൽ സ്ക്രീനില് സിനിമ പോലെ പ്രപഞ്ചം കാണപ്പെടുകയാണ്. സ്ക്രീൻ സത്യം, സിനിമ സത്യമല്ല. സ്ക്രീനില് ഒരു മാറ്റവും കൂടാതെ തീ പിടിക്കുന്നത് കാണും, യുദ്ധം നടക്കുന്നത് കാണും, ആളുകൾ സ്നേഹിക്കുന്നത് കാണും, ആളുകൾ കരയുന്നത് കാണും. പക്ഷെ എന്തൊക്കെ കണ്ടാലും ഇതൊന്നും സ്ക്രീനിൽ ഒരു ചെറിയ ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്തതുപോലെ ശുദ്ധമായ അധിഷ്ഠാനത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാതെ കാണപ്പെടുന്ന ഒരു ചിത്രമാണ് ഈ പ്രപഞ്ചം. വാസ്തവത്തിൽ പ്രപഞ്ചരൂപത്തിൽ ഇവിടെ എന്തുണ്ട്? ഭഗവാനേ ഉള്ളൂ. അതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ വിശ്വസ്മൈ നമഃ. ആദ്യത്തെ നാമം വിശ്വം തന്നെ ഭഗവാനാണ്. വിശ്വം തന്നെ ഭഗവാനാണ്. വിശ്വസ്മൈ നമഃ.
സർവത്ര ഭഗവാൻ വ്യാപിച്ചു നിൽക്കണു. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയണത്, ജ്ഞാനിക്ക് ദൃശ്യത്തിന് ആശ്രയമായിട്ടുള്ള സത്യം, ഏകവും അദ്വൈതവുമായ സത്യം പൂർണ്ണമായി പ്രകാശിക്കുന്നു. ആ സത്യത്തില് വിശ്വം എന്നുള്ളത് ഒരു ആരോപണമാണെന്ന് കാണുന്നു. അതുകൊണ്ട് വിശ്വം എന്നുള്ളത് അയാൾക്ക് ആ ബോധത്തിന്റെ ഒരു പ്രകടരൂപം. പക്ഷെ അജ്ഞാനിക്ക് അകമേയുള്ള ആ ബോധത്തിനെ കാണാത്തതുകൊണ്ട്, തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ദൃശ്യം മാത്രം ഉണ്മ, ഈ കാണുന്ന പ്രപഞ്ച ഉണ്മ, പ്രപഞ്ചം മാത്രം സത്യം. അതുകൊണ്ട് പല കുഴപ്പങ്ങളും പറ്റിപ്പോവും. ഈ പ്രപഞ്ചത്തിനെ നന്നാക്കാനും പ്രപഞ്ചത്തിൽ സുഖദുഃഖങ്ങൾ കണ്ട് ഭ്രമിക്കാനും ഒക്കെ ഇടവരും. പല കാര്യങ്ങളും പ്രപഞ്ചത്തിലെ വിഷമങ്ങളൊക്കെ നമ്മളെ ബാധിക്കും. രണ്ടാം ലോക മഹായുദ്ധം തിരുതകൃതിയായിട്ട് നടക്കുമ്പോ മഹർഷി യാതൊരു ചലനമില്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ചില ഭക്തന്മാർക്കൊക്കെ ആശ്ചര്യം, ഇത് എങ്ങനെ ഇങ്ങനെ ചലിക്കാതെ ഇരിക്കണം, ഇത്ര വലുത് യുദ്ധം നടക്കുമ്പോ. അപ്പോ ദേവരാജ മുതലിയാർ എന്ന് പറയുന്ന വക്കീൽ, അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ എന്തൊരു യുദ്ധമാണ് നടക്കണത്? പല ചർച്ചകളും നടക്കും അദ്ദേഹത്തിന് മുമ്പിൽ. ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം പത്രമൊക്കെ നോക്കുകയും ചെയ്യും. എന്നിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുകയോ ഈ എന്തെങ്കിലും ഒരു കോൺവെർസേഷനിൽ പങ്കെടുക്കുകയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ വക്കീൽ ചോദിച്ചു, ലോകത്തിൽ ഇത്ര വലിയ യുദ്ധം നടക്കണു, അങ്ങ് ഒരു അക്ഷരം മിണ്ടണില്ലല്ലോ. അപ്പൊ മഹർഷി ചോദിച്ചു, ഏത് ലോകത്തിലാ യുദ്ധം നടക്കണത്? ഏത് ലോകത്തിലാ നടക്കണത്? ലോകം എവിടെ? കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ പോലും നമ്മൾ ആ യുദ്ധത്തിനെ കൊണ്ട് ചർച്ച ചെയ്യുന്നത് കൊണ്ട് എന്തു പ്രയോജനം? നമ്മളെ കൊണ്ട് അത് ഇല്ലാതാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് വല്ലതൊക്കെ ശ്രമിച്ചു നോക്കണം. ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെയാണോ കുഴപ്പം? ഈ ലോകത്തിൽ എപ്പോഴും യുദ്ധം ഉണ്ടായിരുന്നുണ്ട്, എപ്പോഴും സമാധാനവും ഉണ്ടായിരുന്നുണ്ട്. സൃഷ്ടി ആരംഭിച്ചത് മുഴുവൻ എടുത്തു നോക്കൂ, വേദം എടുത്തു നോക്കൂ. വേദത്തിലെ പല സംഹിതാഭാഗങ്ങളും ആരംഭിക്കുന്നത് തന്നെ ദേവാസുര സംയത്ത ആസൻ, ദേവന്മാരും അസുരന്മാരും ശണ്ട കൂടി യുദ്ധം ചെയ്തുകൊണ്ട്, യുദ്ധം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ പുറപ്പെട്ടാൽ പിന്നെ നമ്മളുടെ ജീവിതം അതിനേ ഉണ്ടാവുള്ളൂ. എല്ലാ കാലത്തും ഒരു വശത്ത് യുദ്ധം, ഒരു വശത്ത് ശാന്തി, ഒരു വശത്ത് സന്തോഷം, ഒരു വശത്ത് ദുഃഖം. ഇതൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കും. ഈ ചിത്രത്തില് കാണപ്പെടുന്നതാണ് ലോകം. ഒരിക്കലും ഒരാളെ കൊണ്ടും ഇത് മാറ്റാൻ പറ്റില്ല. നമ്മളൊക്കെ ഈ സിനിമയിലെ പാർട്ടാണ്. നമുക്കൊരു റോള് ഭഗവാൻ തന്നിരിക്കണം. മഹാഭാരത യുദ്ധം നടക്കുന്നതിന് കുറച്ചു മുമ്പ് വ്യാസൻ ഒരു പ്രഡിക്ഷൻ നടത്തി. ശിശുപാലനെ കൃഷ്ണൻ വധിച്ചപ്പോ ധർമ്മപുത്രര് വല്ലാതെ ദുഃഖിച്ചു. എന്താന്ന് വെച്ചാൽ രാജസൂയയാഗവേളയിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ ഒരാളെ കൊല്ലേണ്ടി വന്നുവല്ലോ എന്നൊരു ദുഃഖം ധർമ്മപുത്രർക്ക്. അപ്പോ വ്യാസരോട് തനിച്ച് വ്യാസരെ വിളിച്ച് ഒരു കൺസൾട്ടേഷൻ നടത്തി യുധിഷ്ഠിരൻ. വ്യാസരെ, ഇപ്പോ നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ഒന്നാമത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്, ആരാണോ കൊന്നതെന്നെങ്കിലും ആലോചിക്കണം, അതും നോക്കണം. ഇതാണ് ഈ ധർമ്മത്തിനോടൊക്കെ പ്രതിപത്തി വന്നിട്ട് ഉള്ള കുഴപ്പം. ധർമ്മം എന്ന് പറയണത് ഭഗവാന്റെ ചോട്ടിലേ നിൽക്കാൻ പാടുള്ളൂ, ഭഗവാന്റെ തലയിൽ കയറിയിരിക്കരുത്. ധർമ്മം ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു മാർഗമാണ്. ഭക്തിക്ക് വഴി നടത്താൻ, ഭക്തിക്കുള്ള മാർഗം കാണിക്കണം ധർമ്മം. ധർമ്മപുത്രർക്ക് ഭഗവാനേക്കാളും ധർമ്മത്തിനോട് പ്രതിപത്തി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അഹങ്കാരം എന്നർത്ഥം, കർത്തൃബുദ്ധി. അതാണ് ധർമ്മസ്യ പ്രഭുഹു അച്യുതഃ. അത് മറന്നു കളയാൻ പാടില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. അപ്പൊ ഇവിടെ ഈശ്വരനെ മാറ്റി നിർത്തിയിട്ട് ധർമ്മം നിശ്ചയിക്കാനേ പറ്റില്ലേ? ധർമ്മം എന്തിനെന്ന് ചോദിച്ചാൽ തന്നെ എന്താ അർത്ഥം? ഈശ്വരനെ മാറ്റി നിർത്തിയാൽ ധർമ്മത്തിനെ നിശ്ചയിക്കാനേ പറ്റില്ല. ഏത് നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കുന്നുവോ അതാണ് ധർമ്മം. ഭാരതത്തിൽ മുഴുവൻ ധർമ്മചർച്ച ചെയ്ത് അവർക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. എത്ര ഇടത്താ ഈ ധർമ്മചർച്ച? ആർക്കും ഒരു കൺക്ലൂഷനും ഇല്ല. എന്നിട്ട് അവസാനം വിതുരൻ പറയണത് യഥോ ധർമ്മ തഥോ ജയ എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മം എവിടെ എന്നെങ്ങനെ കണ്ടുപിടിക്കും? പലതും ഇപ്പൊ ധർമ്മിഷ്ഠന്മാർ ചെയ്യുന്നതും അധർമ്മമായിട്ട് തോന്നുന്നു. എന്ത് ചെയ്യും? അപ്പോഴാണ് യഥ കൃഷ്ണ തഥോ ധർമ്മ.
യഥോ ധർമ്മ തഥോ ജയ. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ധർമ്മം. അങ്ങനെ വേണം ധർമ്മത്തിനെ നിശ്ചയിക്കാൻ എന്നാണ്. എന്നുവെച്ചാൽ ധർമ്മം എവിടെ ഉണ്ടോ അവിടെ ഭക്തി ഉണ്ടാവണം, അവിടെ ഈശ്വരൻ ഉണ്ടാവണം. ഇപ്പൊ ധർമ്മപുത്രർക്ക് അതാണ് നല്ല രസമായൊരു ഭാവമുണ്ട്. ഈ ജയമേജയൻ ചോദിച്ചു അത്രേ കൃഷ്ണനോട്, ഭഗവാനെ, എന്റെ മുത്തശ്ശന്മാര് അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇത്രയധികം വിഷമിച്ചുവല്ലോ, അങ്ങേക്ക് അവരെ സഹായിക്കാൻ പാടില്ലായിരുന്നു. ചൂത് കളിച്ച് അതിൽ തോറ്റു. എന്റെ മുത്തശ്ശി ദ്രൗപദിയെ അവർ വസ്ത്രാക്ഷേപം ചെയ്ത് അവസാനം വരെ അങ്ങ് കാത്തുകൊണ്ടിരുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ സഹായിച്ചില്ല? ഞാൻ സഹായിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ദുഃഖിച്ചത് അവരുടെ അഹങ്കാരം കൊണ്ടാണ്. ഒന്നാമത് ഈ ധർമ്മപുത്രർക്ക് ആര് പറഞ്ഞു കൊടുത്തു ചൂത് കളിക്കുന്നത് ധർമ്മമാണെന്ന്? അയാളായിട്ട് കൽപ്പിച്ചു. സഹദേവൻ ചോദിച്ചതാണ്, സഹദേവൻ പറഞ്ഞു കൊടുത്തു. അതിനു മുമ്പ്, രാജാവേ, ധർമ്മത്തിനെ അറിയണത് വളരെ വിഷമമാണ്. അങ്ങ് ദ്വാരത്തിൽ ചൂത് കളിക്കാൻ ദുര്യോധനൻ വിളിച്ചപ്പോ സഹദേവൻ പറഞ്ഞു കൊടുത്തു, ആ ദ്വാരത്തിൽ നോക്കൂ, ഒരു കറുത്ത ഒരു രൂപം നിൽക്കണു. അതാരാ അറിയോ? വിധിയാണ്. അത് എപ്പോ വേണമെങ്കിൽ അകത്തേക്ക് കടക്കാം, വിട്ടുപോവുകയും ചെയ്യാം. അത് അങ്ങയുടെ ബുദ്ധി ആശ്രയിച്ചിരിക്കണം. ധർമ്മത്തിനെ അറിയണമെങ്കിൽ ഭഗവാനോടുള്ള ശരണാഗതി ഭാവത്തോടുകൂടെ ഇരിക്കണം. നമ്മളുടെ കാമം ധർമ്മത്തിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യും. നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം സൗകര്യത്തിനനുസരിച്ച് ധർമ്മമൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ അങ്ങേക്ക് ചൂത് കളിക്കാനുള്ള വാസനയുണ്ട്, അതുകൊണ്ട് രാജധർമ്മം എന്നൊരു പേരും പറഞ്ഞ് ഇതിനേക്ക് പോകരുതെന്ന് പറഞ്ഞു കൊടുത്തു. കേട്ടില്ല. ഒന്നാമത്. രണ്ടാമത് ഭഗവാൻ പറഞ്ഞു, പോട്ടെ, നമുക്ക് ഒരു ഭക്തന് വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനും ഭഗവാൻ ചില വഴികളൊക്കെ ചെയ്യും. ഞാൻ പിന്നെ ഒരു ചാൻസ് കൊടുത്തു എന്ന് പറഞ്ഞു കൃഷ്ണൻ. എന്താന്ന് വെച്ചാൽ, ഈ ദുര്യോധനൻ വളരെ സമർത്ഥമായിട്ട് എനിക്ക് കളിക്കാൻ അത്ര കണ്ട് വശമില്ല, അതുകൊണ്ട് എനിക്ക് പകരം എന്റെ അമ്മാവൻ ശകുനി കളിക്കുമെന്ന് പറഞ്ഞു. ആ സമയം ഈ മടയന് എനിക്കും കളിക്കാൻ അത്ര വശമില്ല, എനിക്ക് പകരം കൃഷ്ണൻ കളിക്കുമെന്ന് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ തയ്യാറായിട്ട് ഇരിക്കുകയായിരുന്നു എന്നാണ്. ഒരേ ഒരു കളി അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോഴും വലിയ അഹങ്കാരത്തിൽ ഞാൻ കളിച്ചോളാന്ന് പറഞ്ഞിരുന്നു. ദ്രൗപദിയും ഇതുപോലെ വളരെ നേരം അവരെയും വരെയും ഒക്കെ ചോദിച്ച് എല്ലാരോടും കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ അതുപോലെ ഇവിടെ ശിശുപാലവധം കഴിഞ്ഞപ്പോഴും ധർമ്മപുത്രർക്ക് ഇതേ സങ്കടം. ശിശുപാലനെ വധിച്ചതിൽ ദുഃഖം. അപ്പോ വ്യാസരോട് ചോദിച്ചു, വ്യാസരെ, ഇതിന് എന്താ പ്രായശ്ചിത്തം? അപ്പൊ വ്യാസര് പറഞ്ഞു, ധർമ്മപുത്രരെ, പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ഇപ്പൊ പുറപ്പെട്ടാൻ ഇനിയിപ്പൊ അതിനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം ഇനി മുഴുവൻ വരാൻ പോണത് ഇതാണ്. ഇതിപ്പോ ഗണപതി ഹോമമേ ആയിട്ടുള്ളൂ, ഇനിയാണ് ബാക്കിയുള്ളതൊക്കെ. ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കൊല്ലാന്ന് പറയണത്. ഇനി മുഴുവൻ അതാണ് വരാൻ പോണത്. ആരും വിചാരിച്ച് തടുക്കാനൊട്ട് സാധ്യമല്ല. വലിയ യുദ്ധം വരാൻ പോകുന്നു. അപ്പോ ധർമ്മപുത്രർക്ക് അതിലും വലിയ പേടിയായി. അപ്പൊ ഈ യുദ്ധം വരികയാണെങ്കിൽ യുദ്ധത്തിനെ തടസ്സം ചെയ്യാൻ വല്ല വഴിയുണ്ടോ? വല്ല യാഗമോ പൂജയോ? നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. ഇതൊക്കെ ലൗകികന്റെ ബുദ്ധിയാണ്. എന്തെങ്കിലും ദുഃഖം വരികയാണെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്ത് പോവുക, അവിടെ പോവുക, വല്ല വിധത്തിലും പരിഹാരമുണ്ടോ, പ്രായശ്ചിത്തമുണ്ടോ? ഈശ്വരനെ പിടിക്കുന്നതിന് പകരം ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ വ്യാസര് പറഞ്ഞു, ധർമ്മപുത്രരെ, സാധ്യമല്ല. ഒരു കാരണവശാലും ഈ യുദ്ധത്തിനെ തടസ്സം ചെയ്യാൻ പറ്റില്ല. കാലപുരുഷൻ അവതരിച്ചിരിക്കുന്നു, ഈ യുദ്ധം നടന്നേ നോക്കൂ. എന്നാൽ ഞാൻ ഈ ക്ഷത്രിയ വൃത്തി ഉപേക്ഷിച്ച് കാട്ടിലെവിടെയെങ്കിലും ഒക്കെ പോയിക്കോളാം, ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നോളാം, അത്ര കണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ വ്യാസര് പറഞ്ഞു, അങ്ങയെക്കൊണ്ട് ഇത് വിട്ട് മാറാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങയെ നടുവിൽ വെച്ചുകൊണ്ടാണ് ഈ യുദ്ധം നടക്കാം. എന്നുവെച്ചാൽ അത്രയും പോലും താങ്കൾക്ക് ഫ്രീഡം ഇല്ല എന്നർത്ഥം, സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഞാൻ എന്തു ചെയ്യും? എനിക്ക് എവിടെയാ സ്വാതന്ത്ര്യം? അപ്പോഴാണ് വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്തത്, എന്നെ കൊണ്ട് സംഭവിക്കണു, ഞാൻ ഇതിന് കാരണം, ഞാനാണ് ഇതിന് മധ്യവർത്തി, എനിക്ക് ഇതിനൊരു ചുമതലയുണ്ട്. ഈ അഹങ്കാരം അങ്ങോട്ട് ഉപേക്ഷിച്ച് കേവലം ഈശസ്യ ഹി വശേ ലോകഃ യോഷാ ദാരുമയീയഥ. ഒരു പാവക്കൂത്തുകാരന്റെ കയ്യിൽ കളിക്കണ പോലെ കാലത്തിന്റെ കയ്യിൽ കർത്തൃത്വമില്ലാതെ അഹങ്കാരമില്ലാതെ നിന്നുകൊടുക്കുകയാണെങ്കിൽ അങ്ങയ്ക്ക് ഒരു പാപവും അങ്ങയെ സ്പർശിക്കില്ല, യാതൊന്നും അങ്ങയെ ബാധിക്കില്ല, കളങ്കപ്പെടുത്തില്ല. എന്തൊക്കെ നടക്കണോ അതൊക്കെ നടന്നേ ഒക്കൂ. അപ്പൊ ഇതറിഞ്ഞാൽ
ലോകത്തില് നടക്കുന്നത് ഒന്നിനോടും നമ്മള് കുറ്റം പറയാനോ നല്ലത് പറയാനോ മാറ്റിമറിക്കാനോ യാതൊന്നും, അത് ചെയ്യാൻ പോയാൽ സമാധാനം കേടുവരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാരമാർത്ഥികമായിട്ട് ഈ ലോകം ഇവിടെ ഇല്ല. ഇവിടെ ലോകവത്തു ലീലാ കൈവല്യം. വ്യാസഭഗവാൻ തന്നെ എല്ലാം ചിന്തിച്ചിട്ട് പറഞ്ഞു, നമ്മൾക്ക് ലോകത്തിന്റെ ഉള്ളിൽ ബുദ്ധി കടത്തി നോക്കുമ്പോൾ ഇത് നല്ലത്, ഇത് ചീത്ത, ഇതിങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു, അത് വേറെ വിധത്തിൽ നടക്കണമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. ഒരു സിനിമ കാണുമ്പോൾ അതിൽ ഇങ്ങനെ പാടില്ലായിരുന്നു, വേറെ വിധത്തിൽ അതിന് എൻഡിങ് വരണമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഡയറക്ടർ നിശ്ചയിച്ചു കഴിഞ്ഞു, സിനിമ എടുത്തു കഴിഞ്ഞു, ഇട്ട് കഴിഞ്ഞു സ്ക്രീനിൽ. ഒന്നും സ്വാതന്ത്ര്യം, ഒന്നും മാറ്റാൻ പറ്റില്ല. അതേപോലെ ഇതൊരു ഡയറക്ടർ നിശ്ചയിച്ച് സിനിമ എടുത്ത് ഫിലിമിൽ വന്നു കഴിഞ്ഞു, അത് നടന്നുകൊണ്ടിരിക്കണു. അതിൽ ക്ലൈമാക്സ് ഇനി എന്ത് വരണോ അതേ വരുള്ളൂ. അതുപോലെ ഇവിടെ നടക്കുകയാണ് ഈ പിക്ചർ. ഇത് ഈ പരമരഹസ്യം ജ്ഞാനികൾക്ക് നല്ലവണ്ണം അറിയുന്നത് കൊണ്ട് അവർ ലോകത്തിനെ മാറ്റാനും മറിക്കാനും അവരുടെ റോള് മാറ്റാനും ഒന്നും അവർ ശ്രമിക്കാറില്ല. അവർക്കറിയാം ഇതില്ലാത്തതാണ്. വ്യാസൻ തന്നെ അവസാനം പറഞ്ഞത് അതാണ്. പാവം വളരെയധികം കരുണ കൊണ്ട് ലോകത്തിനെ നന്നാക്കാനൊക്കെ ആദ്യം ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് തന്നെ അവസാനം മനസ്സിലായി ഇത് വെറും മഠേത്തരമാണ്. ലോകവത് തു ലീലാ കൈവല്യം. ബ്രഹ്മസൂത്രത്തിൽ വ്യാസഭഗവാന്റെ നിർവചനമാണ്. ഈ ലോകം എന്ന പോലെ നമ്മളുടെ മുമ്പ് കാണുന്നത് സർവേശ്വരൻ നടത്തുന്ന ഒരു മഹാനാടകം. അതിൽ നമ്മൾ സീരിയസ്നെസ്സോടുകൂടെ അതിൽ അഭിനയിക്കുകയാണ് ഓരോരുത്തരും. പക്ഷെ ചിലപ്പോൾ ചിലരൊക്കെ അഭിനയിച്ച് ആ റോളുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കളയും. കുറെ ചില ആളുകളൊക്കെ ഉണ്ട് പഴയ സിനിമയിൽ മഹാവിഷ്ണുവായിട്ടും ശിവനുമായിട്ടും ഒക്കെ ആക്ട് ചെയ്ത് വയസ്സ് 90 പിന്നെയും വിഷ്ണു തന്നെ എന്നൊക്കെ വിട്ടാലും അവര് പിന്നെയും വിഷ്ണു. എന്താന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ, ആ റോളുമായിട്ട് ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ വന്നു പോകും. അതിന് മാറി നിൽക്കാൻ പറ്റില്ല അവർക്ക്. അതുപോലെ ചിലപ്പോൾ അബദ്ധം പറ്റിപ്പോവാതെ സൂക്ഷിച്ചാൽ മതി എന്നാണ്. ലോകവത്തു ലീലാ കൈവല്യം. ഈ ലോകം എന്ന പോലെ കാണപ്പെടുന്നത് ഒരു നാടക അരങ്ങ്, ഒരു കളിയരങ്ങ്. അത് അറിഞ്ഞ ജ്ഞാനികൾ അതിൽ ഈ കളിയരങ്ങിന്റെ ഒരു വൈശിഷ്ട്യം എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരു സിനിമയില് ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ട് ചെയ്യുന്ന ആള്, സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്ന ആള്, ലൈറ്റ്, പിന്നെ അത് കഴിഞ്ഞ് സ്ക്രീന്, പിന്നെ കാണുന്നവര്, ഇങ്ങനെയൊക്കെ ഭേദം ഉണ്ടാവും. പക്ഷെ ഈ വിശ്വമാകുന്ന നാടകമേടയില് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും അത് ഷൂട്ട് ചെയ്യുന്ന ആളും അതിൽ സ്ക്രീനും അവസാനം അതിനെ കണ്ട് രസിക്കുന്ന ആളും ഒക്കെ ഒരേ ആള് തന്നെ. ചിത്രേത്ര ലോക്യം ച വിലോകിതാച പടഃ പ്രകാശോപി അഭവത്സയേക. ഭഗവാൻ സദ്ദർശനത്തിൽ ആദ്യം പറഞ്ഞ ശ്ലോകമായിരുന്നു. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. സിനിമയെ തന്നെ വെച്ചുകൊണ്ട് പറഞ്ഞു, ചിത്രേത്ര ലോക്യം ച വിലോകിതാച പടഃ. പടഃ എന്ന് വെച്ചാൽ സ്ക്രീൻ. പ്രകാശോപി അഭവത്സയേക. കാണുന്നവനും ആ വെളിച്ചവും സ്ക്രീനും ഒക്കെ അയാൾ ഒരാളേ ഉള്ളൂ. ഒരു വസ്തു അനേകമെന്ന പോലെ വേഷം കെട്ടി കാണിക്കുന്ന ചിത്രം. അങ്ങനെ ഒക്കോ സാധിക്കുമോ എന്ന് വെച്ചാൽ നമ്മൾ ദിവസം രാത്രി സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ ഞാൻ തനിച്ച് ഒരു മുറിയിൽ കിടക്കുന്നു. ആ കിടക്കുന്ന മുറിയിൽ ആയിരക്കണക്കിന് ജനങ്ങളോടുകൂടെ ഒരു അമ്പലത്തിൽ ഉത്സവം എന്ന പോലെ കാണുന്നു. അതിൽ അമ്പലം, ആന, ആനകള്, ആനക്കാരൻ, ആനയുടെ മേലെ ഒരു പൂജാരി, അതിൽ തടമ്പ് വെച്ചിരിക്കുന്നു. അനേകം ജനങ്ങൾ ചുറ്റും നടക്കുന്നു, വെടിക്കെട്ട് നടക്കുന്നു, പാട്ടുപാടുന്നു, എന്തൊക്കെയോ കാണുന്നു. പക്ഷെ അവിടെ വാസ്തവത്തിൽ എന്തുണ്ട്? ഒരൊറ്റ ആള് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ ആനകളായിട്ട് മാറി, ഞാൻ തന്നെ വാദ്യഘോഷങ്ങളായിട്ട് മാറി, ഞാൻ തന്നെ അമ്പലമായിട്ട് മാറി, ഞാൻ തന്നെ ആനപ്പുറത്തിരിക്കുന്ന ആളായിട്ട് മാറി, ഞാൻ തന്നെ ഇതൊക്കെ കാണുകയും ചെയ്യുന്നു. ഒരേ ആള് അനേക വസ്തുക്കളായി മാറി. ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തില് യഥാ സ്വപ്നജനൈക്ഷിതേക എന്ന് പറഞ്ഞ് ശുഖബ്രഹ്മ മഹർഷി 2ാമത്തെ അധ്യായത്തിൽ ഇത് പറയുന്നു. ഒരേ ആള് സ്വപ്നത്തിൽ അനേകം വസ്തുക്കളെ കാണുന്ന പോലെ ആ പ്രഭു തം ആനന്ദ സത്യനിധിം ഭജേത ന അന്യത്ര സജ്ജേത് യഥ ആത്മപാതഃ. ശുഗൻ പറയുന്നു, ആനന്ദ സത്യനിധിയായിട്ടുള്ള ആ ഒരേ ഒരു ആത്മവസ്തു തന്നെ
അനേക നാമരൂപങ്ങളോട് കാണപ്പെടുന്നു. അറിവുള്ളവൻ ആ ആത്മാവിനെ തന്നെ ഗ്രഹിച്ചോളണം. മറ്റു അനേക വസ്തുക്കളുണ്ട് എന്ന് ധരിച്ചാൽ ആത്മപാതം സംഭവിച്ചു പോകും എന്നാണ്, പതനം സംഭവിച്ചു പോകും. രണ്ടുണ്ട് എന്ന് ധരിച്ചാൽ വീണുപോകും. വസ്തു ഒന്നേ ഉള്ളൂ എന്നറിഞ്ഞ് ആ ഒരു വസ്തു തന്നെ അനേക നാമരൂപങ്ങളായിട്ട് കാണപ്പെടുകയാണെന്ന് ആര് മനസ്സിലാക്കിയിരിക്കുന്നു, അവന് നാമരൂപ പ്രപഞ്ചത്തിൽ എന്തു വ്യവഹാരം ചെയ്താലും എന്തൊക്കെ ചെയ്താലും അവൻ അതുകൊണ്ട് യാതൊരു വിധത്തിലും സ്പർശിക്കപ്പെടാതെ ഇരിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സ്ഥിതിക്കാണ് അസ്പർശയോഗം എന്ന് പറയുന്നത്. ഗൗഡപാദാചാര്യർ കാരികയിൽ ഈ യോഗത്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, അസ്പർശയോഗോ വൈ നാമ സർവസത്വസുഖാവഹാണ്. ഈ യോഗം ആരറിഞ്ഞിരിക്കുന്നുവോ അവർക്ക് അത്യന്തം സുഖം എന്നാണ്. അവർക്ക് പ്രത്യേകം ധ്യാനമൊന്നും വേണ്ട, പ്രത്യേകിച്ച് അവർക്കൊരു സമാധി അഭ്യാസമൊന്നും വേണ്ട. വ്യവഹാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ നല്ല ഉറപ്പോടുകൂടെ ഈ കാണുന്നതൊക്കെ വെറും ഒരു ചിത്രമാണ്. കാഴ്ചക്കാരനായ ഞാൻ മാത്രമാണ് ഉണ്മയായ വസ്തു. എന്നിൽ ഈ സിനിമ കാണപ്പെടുന്നു. ഇത് മുഴുവൻ എന്നിൽ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ്. ബോധസ്വരൂപമായ ആത്മാവാണ് ഞാൻ എന്ന് ആർക്കുറപ്പുണ്ടോ അവൻ സ്പർശഹീനമായ യോഗസ്ഥിതി. എത്രയും പറഞ്ഞിട്ട് ഗൗഡപാദർ തന്നെ പറയുന്നു, യോഗിനോ ബിഭ്യതേ ഹ്യസ്മിൻ അഭയേ ഭയദർശിന. യോഗികൾക്ക് പോലും ഈ യോഗത്തിനെ അല്പം പേടിയാണെന്നാണ്. എന്താന്ന് വെച്ചാൽ ഇതിൽ അവരുടെ വ്യക്തിബോധം, അവര് മുറുകെ പിടിച്ചിരിക്കുന്ന പല നാമരൂപങ്ങളും ഒക്കെ വിട്ടുപോകൂ എന്നുള്ള ഭയം. അഭയേ ഭയദർശിന, ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെടുന്നു എന്നാണ്. അപ്പൊ ജഗത്ത് മുഴുവൻ സത്യദർശിയായിട്ടുള്ളവന്, ജീവൻ മുക്തന്, സ്ഥിതപ്രജ്ഞന് ആത്മാവല്ലാതെ മറ്റൊരു വസ്തു ഇല്ല. സത്യം പ്രപൂർണം പ്രവിഭാതി അരൂപം. ദൃശ്യത്തിന് ആശ്രയഭൂതമായിട്ടുള്ള പ്രപൂർണം, പൂർണമായ സത്യം, അരൂപം നിരാകാരമായ സത്യം, പ്രവിഭാതി പ്രകർഷേണ വിഭാതി, സർവവുമായി പ്രകാശിക്കുന്നു. അതാണ് പ്രഹ്ലാദന്റെ അവസ്ഥ. ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറയുന്നു, സർവം നാരായണൻ, തൂണിലും തുരുമ്പിലും നാരായണൻ, യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ. കാണുന്നതൊക്കെ ഭഗവാൻ തന്നെ. ആ ഒരു ഭാവം ആലോചിക്കുന്നത് തന്നെ സുഖമാണ്. നമ്മൾ ആ സ്ഥിതിയിൽ എത്തിയോ ഇല്ലയോ, സ്മരിക്കുന്നത് തന്നെ സുഖമാണ്. സർവവും ഭഗവാൻ തന്നെ എന്നുള്ള സ്ഥിതി. സത്യം പ്രപൂർണം പ്രവിഭാതി അരൂപം. ആ പരിപൂർണമായ സത്യം അത്യധികം പ്രകാശമാനമായി കാണപ്പെടുന്നു ജ്ഞാനിക്ക് എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക് കഴിഞ്ഞു. അടുത്തത് വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ജീവിതത്തില് നമ്മളെ നിയന്ത്രിക്കുന്നത് വിധിയാണോ സ്വപ്രയത്നമാണോ? എത്ര ആളുകൾ ഇത് പറഞ്ഞ് ശണ്ട കൂടിയിട്ടുണ്ടോ പരസ്പരം അറിയോ? വിധിയാണോ സ്വപ്രയത്നമാണോ? ചോദിച്ച് എവിടെ എത്തുമെന്ന് വെച്ചാൽ മുട്ടയിൽ നിന്നും കോഴി വന്നുവോ, കോഴിയിൽ നിന്നും മുട്ട വന്നുവോ, മരത്തിൽ നിന്നും വിത്ത് ഉണ്ടായോ അല്ല വിത്തിൽ നിന്നും മരം ഉണ്ടായോ? ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നം കീറാമുട്ടി എന്ന് നമ്മൾ പറയും. കീറാമുട്ടിയായിട്ട് നിൽക്കും. ഇന്റർ റിലേറ്റഡ്, പരസ്പര ആശ്രയം. ഇത് ഇതിനെ ആശ്രയിക്കുന്നു, ഇത് ഇതിനെ ആശ്രയിക്കുന്നു. റിലേറ്റിവിറ്റി. എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവസാനം അവിടെ വന്ന് മുട്ടി നിൽക്കും. എല്ലാത്തിനും അന്വേഷിച്ച് ചെല്ലുമ്പോൾ മൂലഘടകം ഒന്നായിട്ട് തിരിയണതിന് പകരം രണ്ടെണ്ണം നിൽക്കണം. അതിൽ ഇത് ഇതിനെ ആശ്രയിക്കണു, ഇത് ഇതിനെ ആശ്രയിക്കണു. ഇത് എവിടുന്ന് ജനിച്ചു? ഇതിൽ നിന്ന് ജനിച്ചു. ഇത് എവിടുന്ന് ജനിച്ചു? ഇതിൽ നിന്ന് ജനിച്ചു. അപ്പൊ ഇത് രണ്ടിനെ എവിടെ കൊണ്ടുപോയി ലയിപ്പിക്കും? അവസാനമായിട്ട് നിൽക്കുന്ന ഒരു കീറാമുട്ടിയാണ്. ഇതിനു പേരാണ് ദ്വന്ദ്വം. ത്രിപുടി ദ്വന്ദ്വം എന്നൊക്കെ പറയണം. ഈ ദ്വന്ദ്വം, ഡുവാലിറ്റി, അതിന് വളരെ ലളിതമായിട്ട് ഭഗവാൻ ഒരു പരിഹാരം പറയാണ് അടുത്ത ശ്ലോകത്തില്. നമ്മള് നാളെ കാണാം. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ വളരെ ലളിതമായ പരിഹാരമായിരിക്കും എന്നുള്ളത് തന്നെ ഇതിന് തെളിവാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളതായിട്ട് ചിലതൊക്കെ തോന്നും. ഉത്തരം അന്വേഷിക്കുമ്പോൾ വളരെ ലളിതമായിരിക്കും. അതിനുള്ള ഒരു തെളിവാണത്. അധ്യാത്മസാധനയിൽ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധകന് വരാവുന്ന സംശയമാണ്, സ്വപ്രയത്നം കൊണ്ട് ഈ സത്യദർശനമോ അഥവാ വിധിയാണോ നമ്മളെ നിയന്ത്രണം ചെയ്യുന്നത്? ഇത് ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഉത്തരം കിട്ടാത്ത കീറാമുട്ടിയാണ്. സ്വപ്രയത്നമാണ് എന്നൊരിക്കൽ തോന്നും, മറ്റൊരു സമയത്ത് തോന്നും വിധിയാണെന്ന് തോന്നും. ചിലപ്പോഴൊക്കെ സ്വപ്രയത്നം ഫലിക്കുന്നതായിട്ട് കാണും, ചിലപ്പോൾ വിധി സ്വപ്രയത്നത്തിനെ അമർത്തുന്നതായിട്ട്, അടിച്ചമർത്തുന്നതായിട്ട് കാണും. അതിന്റെ ഉത്തരമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വിധേഹേ പ്രയത്നസ്യ ച കോപി വാദഃ തയോർദ്വയോർ മൂലമജാനതാം സ്യാത്. വിധിയാണോ പ്രയത്നമാണോ എന്ന് വാദം ചെയ്യുന്നവര് രണ്ടിന്റെയും മൂലം അന്വേഷിക്കാത്തവരാണ് ഈ വാദത്തിന് ഒരുമ്പിടുന്നത് എന്നാണ്. വിധേഹേ പ്രയത്നസ്യ ച കോപി വസ്തു. വിധിക്കും പ്രയത്നത്തിനും ആശ്രയമായിട്ട് അധിഷ്ഠാനമായിട്ട് ഉള്ള വസ്തുവിനെ സഞ്ജാനതാം, അതിനെ അറിയുന്നവര് അവർക്ക് നൈവ വിധിഹി ന യത്നഃ, അവർക്ക് അവിടെ വിധിയോ യത്നമോ രണ്ടിന്റെയും ചോദ്യമേ ഉദിക്കുന്നില്ല. വിധേഹേ പ്രയത്നസ്യ ച കോപി വസ്തു സഞ്ജാനതാം നൈവ വിധിർന യത്നഃ. വാൽമീകി രാമായണത്തിൽ ഇതൊരു ചർച്ച വരും. പട്ടാഭിഷേക വിഘ്നം ഏർപ്പെട്ടപ്പോ ലക്ഷ്മണൻ ഇപ്പൊ തന്നെ അച്ഛനെ പിടിച്ച് കെട്ടിയിടണം, അടിക്കണം, അയോധ്യയെ മുഴുവൻ ഭസ്മമാക്കണം എന്നൊക്കെയുള്ള വാദമാണ്. ഭഗവാൻ പറയുന്നു, വിധിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, വിധിയാണ് ഇതിനൊക്കെ കാരണം. നിയതി കാരണം ലോകേ നിയതി കർമ്മസാധനം. ആ വിധി കൈകേയിയെയും ഉപയോഗിച്ചു, നമ്മളെയും ഉപയോഗിച്ചു. കൈകേയിയുടെ ബുദ്ധിയിൽ പ്രവർത്തിച്ചു, എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അപ്പൊ ലക്ഷ്മണന്റെ വാദം, മൂഢന്മാരാണ് ഈ വിധിയെ അനുസരിക്കുന്നത്. ധീരന്മാരായിട്ടുള്ളവര് പൗരുഷത്തിനെ ആശ്രയിച്ചുകൊണ്ട് എന്താണോ അവർക്ക് വേണ്ടത് അത് സാധിച്ചെടുക്കും എന്നാണ് ലക്ഷ്മണന്റെ വാദം. ഇവിടെ വിധി പ്രയത്നം എന്ന് രണ്ടിനെയും വെച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നത്, വിധി എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പിടിച്ചാൽ കിട്ടാതെ ഉള്ള ജീവിതത്തിന്റെ ഒഴുക്കിനെ നമ്മൾ വിധി എന്ന് പറയുന്നു. നമ്മളുടെ നിയന്ത്രണത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെ പ്രയത്നം എന്ന് പറയുന്നു. വിധി ആർക്കാണ്, പ്രയത്നം ആർക്കാണ് എന്ന് ചോദിച്ച് തന്റെ മൂലം അന്വേഷിച്ചാൽ അവിടെ വിധിയുമില്ല, പ്രയത്നവുമില്ല. വിധി ആർക്കാണ്? എനിക്ക്. ഞാൻ ആരാണ്? എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ഞാൻ എന്നുള്ള ഈ അഹങ്കാരം, ജീവഭാവം തന്നെ കള്ളം. പ്രയത്നം ചെയ്യുന്നു, എന്റെ പ്രയത്നം, പൗരുഷം. ഈ പൗരുഷം ഉപയോഗിക്കുന്ന ആളാരാ? ഒരു പ്രത്യേക ഒരു ഞാനുണ്ട് എന്നും എനിക്ക് പൗരുഷമുണ്ട് എന്നും ധരിക്കുകയാണ്. ഈ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴും അവിടെയും ഞാനില്ല. അല്ലാതെ യുക്തി കൊണ്ട് ഇതിനൊരു മറുപടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മുട്ടയിൽ നിന്നും കോഴി വന്നുവോ, കോഴിയിൽ നിന്നും മുട്ട വന്നുവോ എന്നുള്ള ചോദ്യത്തിൽ വന്നു നിൽക്കും. വാസ്തവത്തിൽ ഇവിടെ മുട്ടയുമില്ല, കോഴിയുമില്ല. മുട്ട കോഴിയായി മാറുന്നു, കോഴി മുട്ടയിടുന്നു. എവിടെ ഉത്തരം കിട്ടും? അതായത് ഒന്നിൽ മുട്ട അല്ലെങ്കിൽ കോഴി, രണ്ടും കൂടെ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കൂ. ആലോചിച്ച് നോക്കൂ, ദ്വൈതമില്ല അവിടെ. ഈ ചോദ്യം നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ തോന്നുന്നു. ആചാര്യസ്വാമികൾ ഇതേ ചോദ്യം, അദ്ദേഹം കോഴി മുട്ട എന്നല്ല പറഞ്ഞത്, മരവും മുത്തും പറഞ്ഞിട്ട് പറയുന്നു, മഠേത്തരമാണ് ഈ ചോദ്യം എന്നാണ്. മഹാമഠേതരമാണ് ഈ ചോദ്യം ചോദിക്കുന്നവര് ചെയ്യണത്. എന്നിട്ടത് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്നു. എന്താന്ന് വെച്ചാൽ ഒന്നില് മുട്ട അല്ലെങ്കിൽ കോഴി, ഇത് രണ്ട് ഒന്നേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു കോഴിയും അതിന്റെ മുട്ടയും. അല്ലാതെ മുട്ടയിൽ നിന്ന് കോഴി വന്നു, കോഴിയിൽ നിന്ന് മുട്ട വന്നു എന്നുള്ള ചോദ്യം തന്നെ അബദ്ധമാണ്. ഒന്നിലും മുട്ടയുണ്ടാവും അവിടെ, അല്ലെങ്കിൽ കോഴിയുണ്ടാവും. രണ്ടും കൂടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുവോ?
ഒന്ന്. രണ്ടും ഉപയോഗശൂന്യമായി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ, കോഴിയെ കൊന്നിട്ട് കഴിഞ്ഞാൽ രണ്ടും മണ്ണോട് മണ്ണായി. മരം മുറിച്ചു തള്ളിക്കളഞ്ഞാൽ, മരത്തിന്റെ വിത്തും ഉപയോഗിക്കാതെ പൊട്ടിച്ച് കേടുവരുത്തി കളഞ്ഞാൽ രണ്ടും മണ്ണോട് മണ്ണായി. മൃത്തികേത്യവ സത്യം. ഒരേ ഒരു വസ്തു രണ്ടായിട്ട് പിരിഞ്ഞിട്ട് പരസ്പര ആശ്രയം ഉണ്ടാക്കി നമ്മളെ ഭ്രമിപ്പിക്കുകയാണെന്നാണ്. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബതം ഉണ്ടാവതല്ല മമ. പണ്ടെക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമ. ഒന്നായ വസ്തു രണ്ടെന്നുപോലെയും പലതെന്നുപോലെയും പെരുത്തിട്ട് നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. വസ്തു ഇവിടെ ഒന്നേ ഉള്ളൂ. അതിൽ രണ്ടാമതൊന്ന് കൽപ്പിച്ചാൽ അനന്ത കൽപ്പനാ പരമ്പര ഉണ്ടാകും. ഒരിക്കലും ഉത്തരം കിട്ടാതെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെ, അത് യുക്തിയുടെ വിഷയം. അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഭഗവാൻ ഇവിടെ നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നത് വിധിയാണോ പ്രയത്നമാണോ? ഒരു തരത്തിൽ നമ്മള് ശാരീരികമായിട്ട് ചിന്തിക്കുമ്പോ, പ്രപഞ്ചത്തിൽ നമ്മളുടെ ജീവിതത്തിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ പ്രയത്നത്തിന് ഒരു സ്ഥാനവും ഇല്ല എന്ന് നമ്മൾ കാണും. ഒരു പ്ലെയിനിൽ നോക്കുമ്പോ എല്ലാം നിശ്ചയിക്കപ്പെട്ട പോലെ നടക്കും. രമണ മഹർഷി തന്നെ 16-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്നും ഓടി തിരുവണ്ണാമലയ്ക്ക് വന്നു. 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. 2 വർഷമായി അറിയാൻ. പലയിടത്തും അന്വേഷിച്ച് നടന്ന് 2 വർഷത്തിന് ശേഷമാണ് ആരോ പറഞ്ഞു കേട്ട് തിരുവണ്ണാമലയ്ക്ക് വരുന്നത്. അവിടെ വന്നപ്പോ പ്രവാളഗിരിനാഥർ ക്ഷേത്രം പവിഴക്കുന്നിൽ വെച്ച് തന്റെ മകനെ കാണുന്നു. പക്ഷേ മഹർഷി കണ്ടതായിട്ടേ ഭാവിച്ചില്ല. തലയൊക്കെ വളർന്ന്, നഖമൊക്കെ വളർന്ന്, ആകെപ്പാടെ കണ്ട ഭയങ്കരമായ രൂപം പുറമേക്ക്. കുറേ ദിവസം വന്ന് അമ്മ വന്ന് കരയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാനായിട്ട്. എന്തൊക്കെയോ പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കി. യാതൊരു ഒന്നിനും വഴങ്ങിക്കൊടുക്കാതെ നിശ്ചലമായിട്ട് പാറ പോലെ ഇരുന്നു അമ്മയുടെ മുമ്പിൽ. അവസാനം ആ നാട്ടുകാരൊക്കെ കൂടെ പറഞ്ഞു, സ്വാമി അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയില്ലെങ്കിൽ, മൗനത്തിലായതുകൊണ്ട് പറയില്ലെങ്കിൽ വേണ്ടില്ല, എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞൊരു പേപ്പറും ഒരു പെൻസിലും കൊടുത്തു. അപ്പൊ ആ പേപ്പറിൽ എഴുതി കൊടുത്തു, ഓരോരോ ജീവനെയും അതാത് ജീവന്റെ പ്രാരബ്ധത്തിനനുസരിച്ച് അതാത് ജീവന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അന്തര്യാമിയായ ഈശ്വരൻ എന്തൊക്കെ ചെയ്യിപ്പിക്കണമോ അതൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഓരോ ജീവന്റെ ജീവിതത്തിലും പ്രാരബ്ധമനുസരിച്ച് എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ ആരൊക്കെ തന്നെ വേണ്ടാന്ന് വെക്കണം എന്ന് ശ്രമിച്ചാലും നടന്നേ ഇരിക്കും. എന്താണോ നടക്കാൻ നിശ്ചയിക്കപ്പെടാത്തത് അത് ആര് തന്നെ അതിന് എതിരായിട്ട് നിന്നാലും അതിനെ മാറ്റിമറിക്കണം എന്ന് ശ്രമിച്ചാലും അത് നടക്കില്ല. അപ്പോ നമ്മളുടെ ബാഹ്യജീവിതം മുഴുവൻ ഈശ്വര ഇച്ഛ അല്ലെങ്കിൽ നിയത്തി അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഒഴുകണു എന്ന് ആര് അറിയുന്നു അവര് ഇത് അറിഞ്ഞ് അടങ്ങി ശരണാഗത ഭാവത്തിൽ മൗനമായിരിക്കുന്നതാണ് നല്ലത് എന്ന് എഴുതി കൊടുത്തു. ഇതൊരു മഹാവാക്യം പോലെ ആദ്യം കൊടുത്ത ഒരു ഉപദേശമാണ്. ഈ ഉപദേശത്തിന്റെ അന്തഃസത്ത നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ പരീക്ഷിച്ചാൽ കാണാം. ഫിസിക്കൽ പ്ലെയിനിൽ കംപ്ലീറ്റ് ഡിറ്റർമിനിസം ആണ്. ഫിസിക്കൽ പ്ലെയിനിൽ ഒന്നാമത് ശരീരം തന്നെ എടുത്തുകൂടാ. എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ നമുക്ക്? കറുത്ത ശരീരത്തോടെ ജനിച്ച ഒരാൾക്ക് വെളുത്ത ശരീരമാകാൻ പറ്റുമോ? സ്ത്രീയായിട്ട് ജനിച്ചിട്ട് പുരുഷനാകാൻ ഒക്കുവോ? അഥവാ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ഈ ശരീരം ഇപ്പൊ നമുക്ക് തന്നത്? ഇനിയിപ്പോ എത്ര കാലം ആയുസ്സുണ്ട്? എന്തെങ്കിലും വല്ല നിശ്ചയമുണ്ടോ? യാതൊന്നിലും നമുക്ക് ഒരു സങ്കല്പവും ഇല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജീവിതമാകുന്ന ഒരു നദി.
നമ്മളുടെ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ ഒക്കെ ആരായിരിക്കണം, ഒന്നിനും നമുക്ക് സ്വാതന്ത്ര്യമില്ല. അത് അതിന്റെ പാട്ടിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നമ്മളതിലിരിക്കണം. ഭവിതവ്യം ഭവേദേവ. ഇവിടെ എന്ത് ഭവിക്കണമെന്നുണ്ടോ അത് ഭവിച്ചുകൊണ്ടേയിരിക്കും. ശരീരം അതിന്റെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണു. യാതൊന്നിലും നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്ത് സൂക്കേട് വരുമെന്ന് പോലും അറിയില്ല. ഇന്നിപ്പോ സയൻസ് പോലും അത് പറഞ്ഞു തുടങ്ങിയിരിക്കണമെന്നാ പറയണം. ഓരോ ജീവന്റെ ഉള്ളിലുള്ള കോശങ്ങളെയൊക്കെ പരീക്ഷിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ, അതിന് ചാൻസ് ഉണ്ടെന്നൊക്കെ പറയണം. അതായത് ഒരാൾക്ക് ഒരു 30 വയസ്സാവുമ്പോൾ അയാളുടെ രൂപം എങ്ങനെ ഉണ്ടാവും എന്നൊരു കൊച്ചുകുട്ടിയുടെ കോശം എടുത്തിട്ട് പരീക്ഷിച്ച് പറയാമത്രേ. എന്ത് വ്യാധി വരാൻ ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ ഇതൊക്കെ ഇങ്ങോട്ട് അവിടെ ഇറക്കി വെച്ചിരിക്കണമെന്ന് അർത്ഥം. അതുപോലെ ജനനം, മരണം, സിമ്പിൾ ഫാക്ട്, മരണം, വാർദ്ധക്യം, ഇതിലൊന്നും തന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പൗരുഷത്തിനെ കടത്താൻ ഒക്കുവോ? ഇതിനെയാണ് വിധി എന്ന് ഇവിടെ ആ വാക്കുകൊണ്ട് ഭഗവാൻ സൂചിപ്പിച്ചത്. വിധിയെ അതിനെ ഒരു വിധത്തിലും മാറ്റിമറിക്കാൻ ഒക്കുകയില്ല. പ്രാരബ്ധമനുസരിച്ച് ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കണമോ അത് സംഭവിക്കും. അതിനെ ഭക്തന്മാർ പറയുമ്പോൾ ഈശ്വരചിത്തം എന്ന് പറയും. ദേവരാജ മുതലിയാർ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ എല്ലാം ഈശ്വരൻ ചിത്തമാണെന്ന് പറയണമല്ലോ, ഞാനിപ്പിതാ ഈ കർച്ചീഫിനെ ചുവട്ടിലേക്ക് ഇടണം, ഇത് ഈശ്വരൻ ചിത്തമാണോ? മഹർഷി പറഞ്ഞു, അതെ, അല്ലെങ്കിൽ ഈ കൈ ഇങ്ങിടുന്ന് ഉയർത്താൻ പറ്റില്ല തനിക്ക്. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ ആ ചേതനയുടെ സാന്നിധ്യത്തിൽ ഒരു സങ്കല്പം ഉണ്ടായിട്ടാണല്ലോ കയ്യും കാലും ഒക്കെ ചലിക്കുന്നത്. ആ സങ്കല്പം എവിടുന്ന് ഉദിച്ചു? ഇപ്പൊ വിധി എന്ന് വെച്ചാൽ പിന്നെയും വ്യാഖ്യാനിച്ചു പോയാൽ വിധി എന്താണ്? പൂർവകർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് വിധി എന്ന് പറയും. ഇങ്ങനെ അന്വേഷിച്ചു പോയാൽ ഇതിനൊരു അന്തമേ ഇല്ല. ആ പൂർവകർമ്മം എങ്ങനെ ഉണ്ടായി? ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ ഒരു കാര്യം നിശ്ചയം, നമ്മൾക്ക് അടുത്ത മൊമെന്റിൽ നമ്മളുടെ ജീവിതത്തിൽ എന്ത് വരാൻ പോണോ നമുക്കറിയില്ല. എന്തൊക്കെ പൗരുഷം പ്രയത്നം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഇപ്പൊ ഗുജറാത്തിൽ ഭൂകമ്പം വന്ന ആളുകളൊക്കെ പൗരുഷം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാവും. ബോംബെയിലെ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ പൗരുഷം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാവും. ഒന്നിനും പ്രകൃതി വഴങ്ങി കൊടുക്കണില്ല മനുഷ്യന്റെ പൗരുഷത്തിന്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിൽ സമർത്ഥമായിട്ട് നല്ല കമ്പാർട്ട്മെന്റിൽ സുഖമായിട്ട് സീറ്റൊക്കെ പിടിച്ചിരുത്തുന്നു. ട്രെയിനെ കമിഴ്ന്നു വീണാൽ എന്ത് ചെയ്യും? അപ്പോ ആ കാര്യത്തിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഒരു ആന എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. ആനയുടെ തുമ്പിക്കൈ ഭാഗത്തുനിന്ന് ഒരു ഉറുമ്പ് അതിന്റെ വാൽഭാഗത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉറുമ്പ് ധരിക്കുകയാണ്, എനിക്കിപ്പോ കൊച്ചിയിലേക്ക് പോണം. അത് കൊച്ചി വശത്തിലേക്ക് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തുവോ? അത് എത്ര തന്നെ അങ്ങോട്ട് പോയാലും ഈ ആന ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു എൻറ്റയർ അണ്ടർഗ്രൗണ്ട് മൂവ്മെന്റ് നടക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഈ ചലനമൊക്കെ തന്നെ ഓടുന്ന ട്രെയിനിന്റെ ഉള്ളിലുള്ള ചലനം പോലെ അതൊരു ഭ്രമം. അപ്പൊ വിധേഹേ പ്രയത്നസ്യ ച കോപി വാദഃ തയോർദ്വയോർ മൂലം അജാനതാം സ്യാത്. വിധിയാണോ പ്രയത്നമാണോ എന്ന് പരസ്പരം ശണ്ഠ കൂടുന്നവര് രണ്ടിന്റെയും മൂലം അന്വേഷിച്ചു നോക്കാത്തവരാണ്. വിധേഹേ പ്രയത്നസ്യ ച മൂലവസ്തു. രണ്ടിനെയും മൂലവസ്തു എന്താ? ആദ്യം നോക്കിയാൽ രണ്ടിനെയും നമ്മൾ വിധി പ്രയത്നം എന്ന് പറയുന്നത് ഈ അഹങ്കാരത്തിനെ വെച്ചുകൊണ്ടാണ്. ഈ ജീവഭാവത്തിനെ വെച്ചുകൊണ്ടാണ് വിധിയാണോ പ്രയത്നമാണോ എന്നുള്ള ചർച്ച തന്നെ. വിധി ആർക്കാ? എനിക്ക്. പ്രയത്നം ചെയ്യുന്നതും ഞാൻ തന്നെ. വിധിയുടെ അനുഭവങ്ങളൊക്കെ എനിക്ക് വരണു. അതിനെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കണം ഞാൻ തന്നെ. തയോർദ്വയോർ മൂലം അജാനതാം സ്യാത്. വിധേഹേ പ്രയത്നസ്യ ച മൂലവസ്തു സഞ്ജാനതാം നൈവ വിധി നയത്നഃ. രണ്ടിനും മൂലമായിട്ട് വ്യക്തിബോധമുണ്ടല്ലോ അവിടെ.
ഞാനുണ്ട് എന്നുള്ള അഹങ്കാരമുണ്ട്. ജീവിതത്തിൽ സകലതും ഈ പുറമേക്ക് കാണുന്നതൊക്കെ തന്നെ ഇങ്ങനെ നിയതി നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ചോദ്യം വരും, അപ്പൊ പിന്നെ ജീവിതത്തിന് എന്താർത്ഥം? നമുക്ക് എവിടെയാ സ്വാതന്ത്ര്യം ഉള്ളത്? എങ്ങനെ സ്വാതന്ത്ര്യം? എങ്ങനെ ശാന്തി? അതിനും മഹർഷിയുടെ ഉത്തരം, ശരീരത്തിനോ പ്രകൃതിയുടെ സ്വത്തായിട്ടുള്ള ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ അപരാപ്രകൃതിയാണ്. ഭഗവാൻ തന്നെ ഗീതയില് നമ്മളുടെ ജീവാഹന്ത മുതൽ സ്ഥൂലദേഹം വരെ സകലത്തിനെയും അപരാപ്രകൃതിയായിട്ട് പറഞ്ഞിരിക്കുന്നു. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടധ. ഈ അഷ്ടധാ പ്രകൃതി, 8 പ്രകൃതികളും ഭഗവാന്റെ കൺട്രോളിലാണ്. ഭഗവാന്റെ പ്രകൃതിയുടെ നിയതിയുടെ കൺട്രോളിലാണ്. അത് നമ്മൾ ധരിച്ച് അതിൽ വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചിന്തിക്കും. സ്വാതന്ത്ര്യം എവിടെയാ ഉള്ളത്? ഈ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ധരിക്കുന്നവനാര്? സ്വാതന്ത്ര്യം ഇതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാതെ ഇരിക്കുന്നതിലാണ്. ശരീരത്തില് എന്തൊക്കെ വരണോ വരട്ടെ, മനസ്സിൽ എന്തൊക്കെ വരുന്നു വരട്ടെ. ഇതൊക്കെ ആർക്ക് വരുന്നു? എനിക്ക് വരുന്നു, ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് സുഖം അനുഭവപ്പെടുന്നു, എനിക്ക് ദുഃഖം അനുഭവപ്പെടുന്നു. എനിക്ക് സുഖം വരണം, ദുഃഖം വരാൻ പാടില്ല. ഇതൊക്കെ കരുതുന്ന ഈ അഹംകൃതി, വ്യക്തിബോധം, ഈ വ്യക്തിബോധത്തിന്റെ മൂലം അന്വേഷണം ചെയ്തു നോക്കുമ്പോൾ ഈ വ്യക്തിബോധം തന്നെ ഒരു കള്ളം, ഈ വ്യക്തിബോധം തന്നെ ഒരു കള്ളമാണ് എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോ നൈവ വിധിഹീന യത്ന, ഇവിടെ വിധിയുമില്ല യത്നവുമില്ല. ഭഗവാൻ തന്നെ ഒരു അനേക നാമരൂപങ്ങളെടുത്ത് ഭഗവാൻ തന്നെ കളിക്കുമ്പോ, ഭാഗവതത്തിലെ ഇടയ്ക്ക് വരുന്ന ശ്ലോകം, ഈശസ്യ ഹി വശേ ലോകഃ യോഷാ ദാരുമയീ യഥാ. ഭഗവാൻ കളിപ്പാട്ടം, പാവക്കൂത്തിൽ പാവകളെ കളിപ്പിക്കുക. അപ്പോ സ്വാതന്ത്ര്യം എവിടെ? സ്വാതന്ത്ര്യം ഇത് കളിയാണ് എന്ന് അറിയുന്നതിലാണ്. ഒരു നാടകത്തിൽ ഒരു ട്രാജഡി കഥാപാത്രം നടിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് ദുഃഖമൊന്നുമില്ല, അയാൾ രസിച്ച് കരയും. അയാളുടെ ദുഃഖത്തിനെ എത്ര കണ്ട് മറ്റുള്ളവർ ആസ്വദിക്കണോ അത്ര കണ്ട് അയാൾ സന്തോഷിക്കും. എന്താ? നാടകമാണെന്ന് അറിയണതുകൊണ്ട്. ഇത് നാടകമാണെന്ന് അറിയണതുകൊണ്ട്. അതേപോലെ ഭഗവാൻ കളിപ്പിക്കുകയാണ് എന്ന് അറിയുന്ന ജീവന് ആ കളിപ്പിക്കുകയാണെന്ന് അറിയുന്നത് തന്നെ സ്വാതന്ത്ര്യമാണ്. ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാമൃഗാസ്തേ ജനാഹ. അപ്പൊ വിധി നമ്മളെ കളിപ്പിക്കുന്നതൊക്കെ ഈശ്വര ചിത്തം എന്ന് അറിയുമ്പോ ആ ഈശ്വര ചിത്തം തന്നെ നമുക്ക് സ്വാതന്ത്ര്യമാണ്. പ്രയത്നം ചെയ്യുന്ന ജീവാഹന്തയായ ഞാൻ ആരാണ്? ഈ ജീവാഹങ്കാരം ഉണ്മയാണെന്ന് കരുതിയാണല്ലോ ദുഃഖം. എനിക്ക് ഇത്രയധികം വിഷമം വരുന്നു. മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ഇത്രയധികം ദുഃഖം ജീവിതത്തിൽ ഉണ്ടാവണമല്ലോ, ഈ ദുഃഖത്തിനൊക്കെ എവിടെ പ്രായശ്ചിത്തം, എവിടെ പരിഹാരം? അപ്പോ അതിന് ഉത്തരം ഭഗവാൻ പറഞ്ഞത്, ഈ ദുഃഖിക്കണവൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കി ആഴത്തിൽ ചെന്നാൽ ഈ ദുഃഖിക്കുന്ന ആളേ അവിടെ ഇല്ല എന്ന് മനസ്സിലാവും. അവിടെ പരമശാന്തിയെ നിൽക്കുകയുള്ളൂ. അല്ലാതെ പുറമേക്കുള്ള പ്രാരബ്ധത്തിനൊന്നും, അങ്ങനെയാണെങ്കിൽ പിന്നെ എളുപ്പമായല്ലോ, പ്രാരബ്ധത്തിനൊന്നും മാറ്റിമറിക്കാൻ സാധ്യമല്ല. അതാണ് ജ്ഞാനികളെ നമുക്ക് ദുഃഖിച്ച് കാണിക്കുന്നത്. പുറമേക്ക് മാറ്റണതല്ല, അകമേക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊള്ളുക, ഭാവത്തിനെ മാറ്റിക്കൊള്ളുക. അതുകൊണ്ട് ഗുണമുണ്ടാവോ? പൂർണ്ണ ഗുണമുണ്ടാവും. സുഖവും ഇയാളെ ബാധിക്കില്ല, ദുഃഖവും ഇയാളെ ബാധിക്കില്ല. ഇയാൾക്ക് ദുഃഖം വരുന്നതും വിഷമങ്ങളൊക്കെ വരുമ്പോഴും ഇയാൾ ബാധിക്കപ്പെടാതെ ഇരിക്കാനേ ഈ ജ്ഞാനത്തിന് സഹായമാകാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ രണ്ടിലും ഇയാളുടെ പൂർണ്ണത നഷ്ടപ്പെടില്ല, ശാന്തി നഷ്ടപ്പെടില്ല, സ്വരൂപാനുഭവം നഷ്ടപ്പെടില്ല. അപ്പൊ സ്വരൂപാനുഭവത്തിനെ നേടിയ ജ്ഞാനിക്കും പുറമേക്ക് ദുഃഖങ്ങൾ വരും, ശാരീരികമായ ദുഃഖങ്ങൾ വരും, വിഷമങ്ങൾ വരും. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കില്ല. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ഇതൊക്കെ ഭഗവാൻ ഗീതയിലും എടുത്തു പറഞ്ഞല്ലോ. ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗവിവർജിത. ഇതിലൊക്കെ തന്നെ സംഘമില്ലാതിരിക്കുന്നു. അവിടെയാണ് സ്വാതന്ത്ര്യം. മഹർഷിയുടെ ജീവിതത്തിൽ തന്നെ ഒരു കഥ പറയാം.
നമുക്ക് പ്രാരബ്ധവശാൽ ഈ ഭഗവാൻ തണുപ്പും ചൂടും പോലെയാണ് സുഖദുഃഖങ്ങളും എന്ന് ഗീതയില് പറഞ്ഞു. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ സ്ഥിതിക്ഷസ്വ ഭാരത. ഈ തണുപ്പും ചൂടും പോലെയാണ് സുഖദുഃഖം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. തണുപ്പും ചൂടും സീസണാണ് അല്ലെ? തണുപ്പ് കാലം ചൂടുകാലം ഒന്നും മാറ്റാൻ വയ്യ. അതിനോട് സുഖദുഃഖങ്ങളെ എങ്ങനെ ഉപമിക്കാം എന്ന് വെച്ചാൽ സുഖദുഃഖങ്ങൾക്കും സീസണുണ്ട് എന്നാണോ? എന്താ സീസൺ എന്ന് വെച്ചാൽ ഒരു ജീവന് ഒരു കാലത്ത് എന്ത് ചെയ്താലും സുഖമായിരിക്കും. അതേപോലെ ദുഃഖത്തിന്റെ ഒരു കാലഘട്ടവും ആ ജീവിതത്തിൽ വരും. ഇതൊക്കെ പ്രാരബ്ധത്തിന്റെ ഫ്രൂയിഷൻ പീരീഡാണ്. ഓരോ കാലത്ത് പ്രാരബ്ധത്തിന്റെ ഫ്രൂയിഷൻ പീരീഡ് അനുസരിച്ച് സുഖം വരേണ്ട സമയത്ത് സുഖം വരും, ദുഃഖം വരേണ്ട സമയത്ത് ദുഃഖം വരും. അതുകൊണ്ടാണ് ഇതിനോട് ഉപമിച്ചത് ഭഗവാൻ ഈ സുഖദുഃഖങ്ങളെ. പക്ഷേ ദുഃഖം വരുമ്പോ ഭഗവാനെ അല്ലെങ്കിൽ ഒരു സദ്ഗുരുവിനെ അല്ലെങ്കിൽ സ്വയമേവ ജ്ഞാനത്തിനെ ആര് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർക്ക് ആ ദുഃഖം തന്നെ അധ്യാത്മ അനുഭവമായിട്ട് മാറും. മഹാഭാരതത്തിൽ കൃഷ്ണനുമായി സമ്പർക്കം വന്നതുകൊണ്ട് പാണ്ഡവർക്ക് വിഷമമൊന്നും തീർന്നു കിട്ടിയില്ല. വിഷമമൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ കുന്തി പറയണു, ഭഗവാനെ ആ വിഷമമൊക്കെ തന്നെ അവിടുന്ന് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭക്തിയായിട്ട് തീർന്നു, അനുഭൂതിയായിട്ട് തീർന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ വിഷമമാണ് എന്റെ വലിയൊരു കൂട്ടുകാരൻ. വിപദഃ സന്തു ന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരു വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിപദ്വിസ്മരണം വിഷ്ണോഹോ സമ്പത്ത് നാരായണ സ്മൃതി. ഈ വിപത്ത് അനുഗ്രഹമായിട്ട് തീർന്നു എന്നാണ്. എന്താന്ന് വെച്ചാൽ ഈ വിപത്ത് വരുമ്പോഴും ഭഗവാനെ മറന്നില്ല. ഭഗവാനെ മറന്നില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്വരൂപത്തിനെ മറന്നില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ അഹങ്കാരത്തിനെ താനെന്ന് കരുതിയാൽ ഓരോ അനർത്ഥവും നമ്മളെ ബാധിക്കും. ഈ അഹങ്കാരം ഞാനല്ല, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് എന്നുള്ള അനുഭവം ഒരു ക്ഷണനേരം മറക്കാതെ ഇരിക്കുകയാണെങ്കിൽ ശരീരത്തിനെ ബാധിക്കണതൊക്കെ ബാധിച്ചിട്ട് പോകും. പക്ഷെ സ്വരൂപത്തിനെ അത് സ്പർശിക്കില്ല. ഇതിന് ഒരു കഥ പറയാം. മഹർഷി കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, രംഗൻ എന്നു പേര്. ഇവര് ഒന്നിച്ച് കളിക്കുകയും വളരുകയും ഇവരുടെ ഗ്രാമത്തിലെ ഒരു കുളത്തില് ചാടി നീന്തുകയും കുളിക്കുകയും നീന്തുകയും ഒക്കെ ചെയ്യും. അപ്പോ മധുരയിൽ നിന്നും തിരുവണ്ണാമലയിലേക്ക് ഓടി വന്ന് 2-3 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇവിടെ ഉള്ള കാര്യമൊക്കെ അറിയണത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ രംഗൻ കാണാൻ വന്നു. അദ്ദേഹത്തിന് അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് അനേകം കുട്ടികളൊക്കെ ഉണ്ടായി വലിയ കുടുംബം പെരുത്ത സമയമാണ്. അപ്പോഴാണ് കാണാൻ വരുന്നത്. ഈ രംഗൻ തന്നെ തന്റെ അനുഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ കാലത്ത് അതൊരു ഭാഗ്യം, അങ്ങനെയൊക്കെ കിട്ടണ്ട്. സ്കന്ധാശ്രമത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോഴാണ് ഇയാള് മല കയറി വരുന്നത്. അപ്പോഴേക്കും മഹർഷിയും ആ അതിതീവ്രമായ അന്തർമുഖസ്ഥിതിയിൽ നിന്നും സഹജസ്ഥിതിയിൽ എല്ലാം കണ്ട് വർത്തമാനം പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. സ്കന്ധാശ്രമത്തിൽ രംഗൻ കയറി വരുമ്പോ അമ്മയുണ്ട് അവിടെ, അഴകമ്മാൾ അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ അമ്മയോട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു അത്രേ, അമ്മ யாரு வரா பாரு, நம்ம ரங்கன் வரான், രംഗൻ വരണു. വളരെ പ്രിയമായിട്ട് തന്റെ കൂട്ടുകാരനെ, കുട്ടിക്കാലത്ത് എങ്ങനെ കൂട്ടുകാരനോട് ബന്ധമുണ്ടായിരുന്നു അതേ ഭാവത്തോടെ. പക്ഷെ രംഗന് മഹർഷിയെ വന്ന് കാണുമ്പോ തന്റെ കുട്ടിക്കാലത്തിലെ കൂട്ടുകാരൻ എന്നുള്ള ഭാവമേ തോന്നിയില്ല. ആദ്യം കണ്ടതുമേ അദ്ദേഹം തന്നെ പറയുന്നു, ആകെപാടെ പതറിപ്പോയിന്ന്. എന്റെ ആ പുറം ചട്ട തന്നെ മാറിപ്പോയിരിക്കണം. അകമേക്കുള്ളതല്ല, പുറം ചട്ട തന്നെ മാറിപ്പോയിരിക്കണം.
ഹംഫ്രീസ് മഹർഷിയെ വിരൂപാക്ഷ ഗുഹയിൽ കണ്ടപ്പോ എഴുതി, I felt that his body was a dead corpse, movementless dead corpse. But through his eyes, God was radiating terrifically. ശരീരം നിശ്ചലമായ ഒരു ജഡം പോലെ ഇരിക്കുന്നു. അകമേ നിന്നും ഉജ്ജ്വലമായ ദിവ്യ തേജസ് പുറമേക്ക് പ്രവഹിക്കുന്നു. അപ്പൊ രംഗന് കണ്ടപ്പോ തന്നെ ഈ ഭാവമാണ്. രംഗൻ ഭഗവാനെ കാണാൻ വന്നപ്പോ രണ്ടുപേരും വളരെ പ്രിയമായിട്ട് പഴയ കഥകളൊക്കെ പറഞ്ഞു. കുചേലൻ കൃഷ്ണനെ കാണാൻ വന്നപ്പോ പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ കോൺവെർസേഷനിൽ രംഗൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, അവിടുന്ന് മധുരയിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോ അതായത് ഈ ആത്മാനുഭവം ഉണ്ടായ ശേഷം ഏകദേശം ഒരു 1.5 മാസത്തോളം രംഗന്റെ കൂടെ സ്കൂളിലേക്ക് പോക്കും വരവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എന്താന്ന് അവർക്ക് ആർക്കും പിടികിട്ടിയില്ല. ആ 1.5 മാസക്കാലം പരമശാന്തമായ ഒരു ഭാവവും ഒരുവിധ ചലനമില്ലാത്തൊരു സ്ഥിതിയൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും എന്താ സംഭവിച്ചതെന്ന് അവർക്കൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നീട് തിരുവണ്ണാമലയിൽ വന്നപ്പോ ഈ രംഗൻ ചോദിച്ചു, ഈ ആത്മാനുഭവം ഉണ്ടായത് എന്റെ അടുത്ത് എങ്കിലും പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, എനക്കേ തെരിയാതെ പോയി, എനിക്ക് തന്നെ അറിയില്ലല്ലോ അതെന്താ സംഭവിച്ചതെന്ന്. ഞാൻ വിചാരിച്ചു നല്ല സുഖമായിട്ടുള്ള എന്തോ ഒരു വ്യാധി പിടിപെട്ടിരിക്കണമെന്നാ വിചാരിച്ചത്. അത്ര എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഉപനിഷത്തോ ഗീതയോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇത് ഇങ്ങനൊരു ആ കാര്യം ഉണ്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അറിയില്ലല്ലോ. എന്തോ സുഖമായിട്ടുള്ളൊരു വ്യാധി, നല്ല ശാന്തി മനസ്സിന്, എന്തോ ഒരു ഭാവം, സുഖമായൊരു വ്യാധി പിടിപെട്ടു എന്നാ വിചാരിച്ചെന്നാണ്. അവിടെ 2 ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റ് പറഞ്ഞു വരുമ്പോ ആ അനുസന്ധാനത്തിന് വേണ്ടി ഇങ്ങനെ പറയും. ഇവര് മധുരയില് ഒരു കുളത്തില് കല്ലിന്റെ മുകളിൽ നിന്ന് ഡൈവ് അടിക്കും കുട്ടികളൊക്കെ. ഇദ്ദേഹത്തിന് നല്ല ബലമായ ശരീരമാണ് ഭഗവാൻ അവിടെ ഉള്ളപ്പോ. ഈ കുളത്തില് ഡൈവ് അടിച്ച് ഉള്ളിൽ പോയിട്ട് അന്ന് എന്ത് ചെയ്യും എത്രയെന്ന് വെച്ചാൽ, ഈ രംഗനെ വെള്ളത്തിന്റെ ഉള്ളിൽ ഊളയിട്ടിട്ട് കാലുകൊണ്ട് പൃഷ്ഠത്തിൽ അടിക്കും എന്നാണ്. രംഗൻ വളരെ പാവമാണ്, സാധുവാണ്. രംഗന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വെളാച്ചേരി എന്നുള്ള സ്ഥലമാണ് ഇവർക്ക്. മണിയയ്യർന്ന് പേര്. പോക്രിയാണ്. പോക്രി എന്നാണ് പേര് അദ്ദേഹത്തിന്. നാട്ടിൽ തന്നെ ടൈറ്റിൽ പോക്രി മണി എന്നാണ്. അദ്ദേഹത്തിന്റെ കഥ വേറെ. അത് വളരെ രസമായൊരു ഇൻസിഡന്റ്. അത് അദ്ദേഹത്തിന് ഭഗവാൻ ശിവനാമ ദീക്ഷ കൊടുത്തു. അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ പോക്രി മണിയയ്യർ അത് പിന്നീട് അദ്ദേഹം വലിയ ജ്ഞാനിയായിട്ട് മാറി. പക്ഷെ ഈ രംഗൻ വളരെ സാത്വികനാണ്, പരമസാധുവാണ്. അപ്പൊ ആ കാലുകൊണ്ട് ഇങ്ങനെ തട്ടും അത്രയും. ഇരുമ്പ് പോലെ ഉണ്ടാവുന്നതാണ് കാല്. പിന്നെ അരുണാചലത്തിൽ വന്നപ്പോ മഹർഷി പറഞ്ഞു, നമുക്ക് പഴയ പോലെ കുളത്തിൽ കുളിക്കാൻ പോവാം. അദ്ദേഹത്തിന് അടുത്ത് നിന്ന് വർത്തമാനം പറയാനേ പേടിയാണ്. എന്നാലും ആ ലാഘവത്തോടെ ആ സൗലഭ്യത്തോടുകൂടെ പറഞ്ഞു. രണ്ടുപേരും കൂടെ മുലപ്പാൽ തീർത്ഥത്തിൽ കുളിക്കാൻ പോയി. ആ തീർത്ഥത്തിൽ കുളിക്കുമ്പോ ഈ പഴയ പോലെ തന്നെ വെള്ളത്തില് ചാടി ഉള്ളിൽ കാലുകൊണ്ട് തട്ടിയത്രേ. അപ്പൊ രംഗൻ കുളിച്ചു കയറിയതും ഭഗവാന്റെ കാല് തൊട്ട് കണ്ണിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഭഗവാനെ, അന്നൊക്കെ ഈ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുമ്പോ ഇരുമ്പ് പോലെ ഉണ്ടാവും, ഇന്ന് വല്ല പുഷ്പം കൊണ്ട് അടിക്കണ പോലെ ഉണ്ട്, ഇതെങ്ങനെ ഈ മാറ്റം? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് ആ അനുഭവം ശരീരത്തിനെ മാറ്റിക്കളഞ്ഞു. ഇതൊരു ഇൻസിഡന്റ്. വേറെ ചില ഇൻസിഡൻസ് ഒക്കെ, നല്ല രസമായ ഇൻസിഡൻസ് ഒക്കെ ഇവരുടെ തമ്മിലുണ്ട്. ഒരിക്കൽ രംഗനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പ്രദക്ഷിണത്തിന് പോകുമ്പോ വളരെ മഹർഷിയുടെ കൂടെ. അപ്പോ ഭഗവാന് ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, അടയ വേണ്ടിയതല്ല, അടഞ്ചാച്ച്.
കിട്ടേണ്ടത് എന്താണോ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണമെങ്കിലും ആവാം എന്നാണ്. ആ ജ്ഞാനസ്ഥിതിയിൽ അവർക്ക് സർവസ്വാതന്ത്ര്യമാണ്. അപ്പോ കുറുമ്പായിട്ട് ഈ രംഗന്റെ ഭാര്യ ചോദിച്ചു, ഭഗവാനെ കല്യാണം കൂടെ പണിക്കലാമാ? അപ്പോ ജ്ഞാനപരിണയം എന്ന് പറഞ്ഞൊരു കാവ്യം എഴുതി. ജ്ഞാനം രമണനെ വിവാഹം കഴിച്ചതായിട്ട് ഒരു കാവ്യം എഴുതിയുണ്ട്. പിന്നീട് ഈ ഒരു ആശയം വെച്ചുകൊണ്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മധുരമായിട്ടുള്ള ഒരു ബന്ധമാണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഈ രംഗൻ മധുരയിൽ നിന്ന് വരും. അങ്ങനെ ഒരിക്കൽ വരുമ്പോ ഒരു ദിവസം പെടഞ്ഞും കൊണ്ട് വന്നു. വൈകുന്നേരം മഹർഷിയോട് കാര്യമൊന്നും പറഞ്ഞില്ല. രാത്രി സമയമായി. ഭഗവാൻ പറഞ്ഞു എന്തോ കഞ്ഞി എന്തോ ഉണ്ട്, അത് കുടിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. കിടന്നു കഴിഞ്ഞപ്പോ ഇയാൾ കരയുക, വിതുമ്പി കരയാണ്. അപ്പൊ മഹർഷി അടുത്ത് വന്നിരുന്നു. എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, ഇതുപോലെ ജോലി പോയി, മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം, കടം, ഒരു നിവൃത്തിയും കാണാനില്ല, ആളുകളൊക്കെ ഉപദ്രവിക്കും എന്നുള്ള മട്ടിലായിരിക്കണം. പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യഗ്രതയിൽ പ്രശ്നം കൂടിക്കൊണ്ടേയിരിക്കണു, തീരണില്ല. സഹിക്കവയ്യാത്ത ദുഃഖം, വീട്ടിൽ പഷ്ണി, ഒരു നേരത്തേക്ക് ആഹാരത്തിന് വീട്ടിൽ വക ഉണ്ടാക്കാന്ന് വെച്ചാൽ വഴി കാണാനില്ല. അങ്ങനെ ഇരിക്കുമ്പോ ആണ് ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തില് വീട്ടിൽ നിന്ന് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പോയി ഭഗവാനെ കണ്ട് ബോധിപ്പിച്ചിട്ട് നാളെ രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് പോരാം എന്ന് പറഞ്ഞിട്ട് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ഇങ്ങനെയാണ് ഇപ്പൊ സ്ഥിതി. നാളെ രാവിലെ നേരത്തെ എനിക്ക് പുറപ്പെടണം. ഇവിടെ അറിയിച്ചിട്ട് പോവാനായിട്ട് വന്നതാണ്. അവിടെ പോയിട്ടില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം വീട്ടില്. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞറിയോ? വളരെ ഗൗരവമായി, അത്രേ ഗൗരവമായിട്ട് പറഞ്ഞു. ഇങ്ങനെ വേറെ ആരുടെ കാര്യത്തിൽ അദ്ദേഹം ഡയറക്റ്റ് ഇന്റർഫിയറൻസ് നടത്തിയതായിട്ട് കഥയില്ല. പക്ഷെ ഈ രംഗന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ, ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹി ഏതദുത്തമം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ, ഭക്തനും സഖാവും ആവുമ്പോ അവരുടെ അടുത്ത് പാർഷ്യാലിറ്റി അല്ല, പക്ഷെ ഭക്തനും സഖാവും ആവുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം വന്നു പോകും. രണ്ടും ഒരു ദ്വിതീയം മേ അന്തരാത്മാനം ത്വാമിയം ശ്രീരൂപസ്ഥിത എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുന്ന പോലെ ഒരു ഭാവമായി തീർന്നു. അപ്പൊ രംഗനോട് ഭഗവാൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ഇയാൾക്കാണെങ്കിൽ രാവിലെ എണീറ്റ് നേരത്തെ തിരിച്ചു പോകണം എന്നുള്ള സ്ഥിതിയാ. മഹർഷി കൊടുത്ത ആദേശം എന്താ അറിയോ? ഞാൻ പറയണവരെ രമണാശ്രമം, അപ്പോഴേക്ക് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞു, ഞാൻ പറയണവരെ ഈ കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോകാൻ പാടില്ല എന്നാണ്. ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകരുത്. ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ അറിയിക്കാം. അന്നൊക്കെ ലെറ്റർ ഇട്ടാ ഒരാഴ്ചയാവും വീട്ടിൽ കിട്ടാൻ. ഫോണുണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഉറച്ച് ഭഗവാൻ ആജ്ഞ കൊടുത്തു, ഞാൻ പറയണ വരെ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അന്നത്തെ ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം കഴിഞ്ഞു. ഇദ്ദേഹം എഴുത്തൊക്കെ എഴുതി വീട്ടിലേക്ക്. ദിവസം ഒന്ന് കരയും, അനങ്ങാതെ കല്ലുപോലെ ഇരിക്കും. തത്വോപദേശം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ദുഃഖമൊക്കെ മാനസികമാണ്, സഹിച്ചുകൊള്ളുക. തിദിക്ഷസ്വ ഭാരതാണ്. ഒക്കെ വരട്ടെ. എല്ലാ ദുഃഖത്തിനും മൂലകാരണം അജ്ഞാനമാണ്. തന്നെ മറക്കാതിരുന്നാൽ ഒരു ദുഃഖവും അവനെ ബാധിക്കില്ല, സ്വരൂപത്തിനെ ബാധിക്കില്ല. ഇങ്ങനെ ശാന്തമായിരിക്കും. ഇടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ദുഃഖം വരും. ഇങ്ങനെ ഒരു ദിവസം 2 ദിവസമല്ല, 3 മാസം. 3 മാസം കഴിയുമ്പോഴേക്കും അകമയ്ക്ക് ഒരു തെളിച്ചമൊക്കെ, ജ്ഞാനത്തിലൊരു തെളിച്ചമൊക്കെ ഏർപ്പെട്ടുവെങ്കിലും ഈ ദുഃഖം ഇങ്ങനെ നിൽക്കണു. ഒരു വേനൽക്കാലം ഒരു ദിവസം മലയുടെ മേലെ 2 പേരും കൂടെ പോയി. നല്ല തെളിഞ്ഞ ആകാശം, ധാരാളം നക്ഷത്രങ്ങൾ. അപ്പോ രംഗന് പഴയ ഓർമ്മ വന്നു, ഒന്ന് കരഞ്ഞു. കരഞ്ഞപ്പോ ഭഗവാൻ രംഗനോട് പറഞ്ഞു അത്രേ, രംഗ, ആകാശത്തില് ദൂരത്തൊരു നക്ഷത്രം കാണുന്നില്ലേ?
ആ നക്ഷത്രം ഉണ്ടല്ലോ, നമ്മളുടെ സൂര്യൻ വലിയ ഗോളമാണ്. ഭൂമിയെക്കാളും എത്രയോ വലിയ ഗോളമാണ് സൂര്യൻ. ആ സൂര്യനേക്കാളും എത്രയോ മടങ്ങ് വലുപ്പമുള്ള ഒരു സൂര്യനാണ് ആ നക്ഷത്രം. പക്ഷെ ആ നക്ഷത്രം ഇത്രയധികം ദൂരത്തിലിരിക്കുന്നത് കൊണ്ട് അത് വളരെ ചെറുതായിട്ട് കാണുന്നു. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ നമ്മളുടെ സൂര്യൻ ഒരു ചെറിയൊരു പന്താണ്. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോ നമ്മുടെ സൂര്യനെ തന്നെ ഒരു ചെറിയ പന്തായി കണക്കാക്കാം. ആ സൂര്യനോട് ഉപമിക്കുമ്പോൾ നമ്മളുടെ ഭൂമി വളരെ ചെറുതാണ്. അപ്പൊ ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോൾ നമ്മളുടെ ഭൂമി എത്രയുണ്ട്? നമ്മളുടെ ഭൂമിയുടെ വലുപ്പം നോക്കുമ്പോൾ നമ്മളുടെ ഭാരതദേശം എന്ന് പറയുന്നത് എത്രയോ, അതിലും ഈ ജംബൂദ്വീപ്, അതിൽ ഈ ഭാരതദേശം എത്രയോ ചെറുത്. അപ്പൊ ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോൾ നമ്മളുടെ ഭാരതദേശം എത്രയുണ്ട്? അതിലും ഈ ഭാരതത്തിൽ തമിഴ്നാട് എന്ന് പറയുന്നത് എവിടെയോ ഒരിടത്ത് ഇരിക്കണു. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോൾ ഇത് കാണാനേ ഇല്ല. ആ നക്ഷത്രത്തിനോട് ഉപമിക്കുമ്പോൾ ഈ തമിഴ്നാട്ടിൽ ഈ തിരുവണ്ണാമല എന്നുള്ള സ്ഥലം അത് എത്രയോ സ്പെക്കാണ്. അവിടെ ഒരു രമണാശ്രമം ഒരു മാപ്പിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അവിടെ മലയിൽ ഒരു സ്ഥലത്ത് ഈ രംഗൻ നിൽക്കണു. ആ നക്ഷത്രത്തിന്റെ വലുപ്പം അറിയാതെ ഈ രംഗൻ എവിടെയോ നിൽക്കണു. ആ നക്ഷത്രം എത്ര ബൃഹദാണെന്ന് ഈ രംഗൻ അറിയില്ല. രംഗൻ വലുതായിട്ടും നക്ഷത്രം വളരെ ചെറുതായിട്ടും തോന്നുന്നു. എന്നുവെച്ചാൽ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഗുരുകൃപ എന്ന് പറയുന്നത് ഈ ബൃഹദാകാരമായ നക്ഷത്രത്തിനെ ഇത്ര കണ്ട് ഡിസ്റ്റൻസ് നിന്ന് കാണുമ്പോൾ വളരെ ഒരു ചെറിയൊരു സ്പെക്കായിട്ട് തോന്നണ പോലെയും നമ്മൾ വലുതായിട്ടും തോന്നുന്നു. ഇതിനെ വെച്ചുകൊണ്ട് ഭഗവാൻ പറയാണ്, അത്ര ബൃഹത്താകാരമായ ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രംഗൻ എന്നൊരാൾ ഇവിടെ ഇല്ലേ ഇല്ല. എന്നുവെച്ചാൽ ആ മഹാകൃപയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇല്ലേ ഇല്ല. പക്ഷെ ആ മഹാകൃപയ്ക്ക് മുമ്പ് നമ്മളുടെ അഹങ്കാരം, അജ്ഞാനപ്രാബല്യം കാരണം ഞാൻ വലുതായിട്ടുള്ളതായിട്ടും അത് എവിടെയോ കാണാത്ത ദൂരത്തിൽ ഇരിക്കുന്നതായിട്ടും തോന്നുന്നു. മേഘം മൂടിയാൽ ചിലപ്പോൾ നക്ഷത്രമേ കാണില്ല. ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്യുമ്പോ നമ്മുടെ സൂര്യൻ എവിടെ? ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഭൂമി എവിടെ? ആ നക്ഷത്രത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഭൂമിയിൽ ഭാരതദേശം എവിടെ? ആ നക്ഷത്രത്തിനെ ഉപമിച്ചു നോക്കുമ്പോൾ ഈ ഭാരതദേശത്തിൽ ഈ തമിഴ്നാട് എവിടെ? അതിൽ ഈ ഒരു ചെറിയ പട്ടണം എവിടെ? അതിൽ ഈ രംഗൻ എവിടെ? എന്നിട്ട് ഈ ഒരു മൂലയിൽ നിന്നുകൊണ്ട് ഒന്നുമല്ലാത്ത ഈ രംഗൻ പറയുന്നു, എനിക്ക് ജീവിതം, എന്റെ പ്രശ്നം, എന്റെ ദുഃഖം, എന്റെ വിഷമം, എനിക്കത് പരിഹരിക്കാൻ പറ്റണില്ല. ഇന്ന് രാത്രി രംഗൻ മരിച്ചു പോവുകയാണെങ്കിൽ ആർക്ക് പ്രശ്നം? എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണം എന്നൊക്കെ അഹങ്കരിക്കണു. ഇന്ന് രാത്രി രംഗൻ മരിച്ചു പോവുകയാണെങ്കിൽ ഈ ഡ്യൂട്ടി ആര് ചെയ്യും? ഇവരൊക്കെ മരിച്ചു പോവോ? നിങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ദുഃഖം. ഈ ലോകത്തിൽ ആരെയും ആശ്രയിച്ചുകൊണ്ടിരിക്കണില്ല. ഇത് വെറും ഒരു ഭ്രമമാണ്. എന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ചു പോകുമോ? എല്ലാം ജീവിക്കും. ഈ ഭ്രമം കൊണ്ടാണ് ഈ ദുഃഖം മുഴുവൻ ഉണ്ടാവണത്. ഈ ഞാൻ, ഈ അല്പമായി ഈ ഞാൻ എന്താണ്, അതെന്താ ഒന്ന് അല്പം ശ്രദ്ധിച്ചു നോക്കൂ. ഇത്രയും രംഗനോട് ഭഗവാൻ പറഞ്ഞപ്പോ രംഗൻ പറയാണ്, നല്ല കൊടും വേനലില് പെട്ടെന്ന് അന്തരീക്ഷം തണുത്ത് നല്ല കുളിർകാറ്റ് വീശിയാൽ എങ്ങനെയുണ്ടാവോ അതുപോലെ അകമേക്ക് ഒരു പ്രസന്നത, ഒരു ശാന്തി, ഒരു കുളിർമ. എല്ലാം ഒരു ക്ഷണനേരത്തില് താൻ കരുതി വീർപ്പിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് എവാപറേറ്റ് ആയ പോലെ ഒരു പ്രതീതി, ഒരു അന്തഃശീതളത. രാത്രി പോയി കിടന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവാൻ അടുത്തിരിക്കണതായിട്ട് തോന്നി. കണ്ണു തുറന്നു നോക്കുമ്പോ അടുത്തിരിക്കേണ്ട രംഗ,
ஒரு 10,000 ரூபா கிடைச்சா உனக்கு போருமா? എക്സാക്ട് അതാണ് എമൗണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യം. അന്നത്തെ കാലത്ത് 10,000 എന്ന് വെച്ചാൽ എത്രയോ ആയി. 10,000 റുപ്യ കിട്ടിയാൽ മതിയോ? ശരി, നാളേക്ക് കാലയിലേயே മധുരയ്ക്ക് പോയിടും. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം മധുരയിലേക്ക് പോയി. പോകുമ്പോ വീട്ടിലുള്ളവര് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടിണി കിടന്നുണ്ടാവും. പക്ഷെ ഇദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു വന്നതുകൊണ്ട് ബന്ധുക്കളും ആരൊക്കെയോ ഈ 3 മാസം അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് ഒരുവിധം നോക്കി. പാർസലില് ഒരു എന്തോ വന്നിട്ടുണ്ട്. അത് തുറന്നു നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ പേരിൽ ആരോ റെക്കമെൻഡേഷൻ കൊടുത്ത് ഒരു സായിപ്പിന്റെ ഒരു ഇംഗ്ലീഷ് കമ്പനി ഇദ്ദേഹത്തിന് ഒരു ജോലിയും വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തിന് കടവും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് അറിയണത് കൊണ്ട് മുൻകൂറായിട്ട് ഒരു 10,000 റുപ്യയും അയച്ചിട്ടുണ്ട്, ഡ്രാഫ്റ്റായിട്ട്. എന്നാൽ ഇതൊക്കെ ഒരു ക്ഷണനേരം കൊണ്ട് സംഭവിക്കാൻ പാടില്ലായിരുന്നോ എന്ന് വെച്ചാൽ ഈ 3 മാസം എന്ത് സഫറിങ് വേണോ ആ സഫറിങ് അനുഭവിച്ച് തീർക്കണം എന്നാണ്. പക്ഷെ നല്ല കൊടും തണുപ്പിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സ്വെറ്റർ ഇടണില്ലേ, അതുപോലെ ഗുരുകൃപ എന്ത് ചെയ്തു, ഒരു സ്വെറ്റർ ഇട്ട് കൊടുക്കണ പോലെ അടുത്ത് വെച്ച് തട്ടിക്കൊടുത്ത് വേറെ ഒരു കാര്യം അതിൽ നടന്നു. ഈ ഗുരുകൃപയോ അഥവാ സ്വയം ആശ്രയരൂപമായ ജ്ഞാനമോ ഇല്ലായിരുന്നുവെങ്കിൽ ആഗാമി കർമ്മം വരുമായിരുന്നു. അതായത് നമ്മൾ ഈ അജ്ഞാനത്തിൽ പുതിയത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി യു വിൽ എക്സ്റ്റെൻഡ് ദ പീരിയഡ് ഓഫ് സോറോ. അപ്പൊ ഭഗവാന്റെ കൃപയോ ജ്ഞാനമോ എന്തു ചെയ്യുന്നു, ഈ ആഗാമി കർമ്മത്തിന് ഒരു ബാധ വരുത്തി. ഉള്ളത് അനുഭവിച്ച് തീർക്കേണ്ടി വന്നു. അതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അത് മുഴുവൻ അനുഭവിച്ചു. ആ 3 മാസം എന്ത് വിഷമം അനുഭവിക്കണോ ആ വിഷമം അനുഭവിക്കുക തന്നെ ചെയ്തു. എങ്കിലും തണുപ്പിൽ ഒരു സ്വെറ്റർ ഇടുന്ന പോലെ, ചൂട് പിടിക്കുമ്പോ ഫാൻ ഇടുന്ന പോലെ ആ കൃപ അടുത്ത് നിന്ന് അല്പം ഒരു ആശ്വാസം കൊടുത്ത് പുതിയതായിട്ട് വല്ല കർമ്മത്തിൽ ചെന്ന് കുടുങ്ങാതെ രക്ഷിച്ചു. അതാണ് ചെയ്തത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അപകടത്തിൽ ചാടുമായിരുന്നു. ആ ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ ഒരു ഉപരോധം വരുത്തി. അതാണ് വിദേഹേ പ്രയത്നസ്യ മൂലവസ്തു സഞ്ജാനതാം നൈവ വിധിർനയത്ന. ഇവിടെ കർത്താവും ഭോക്താവുമായ ഒരു ജീവനേയില്ല. കർത്താവായിട്ടുള്ള ഞാൻ ഉണ്ട് എന്നുള്ള ഭ്രമമാണ് സകല ദുഃഖത്തിനും മൂലഹേതു. ഈ കർത്താവായ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എന്നുള്ള ഈ അഹങ്കൃതി ഏതു മൂലത്തിൽ ഉദിക്കുന്നുവോ ആ മൂലത്തിൽ അടങ്ങും. ശരീരത്തിന് എന്തൊക്കെ എമൗണ്ട് ഓഫ് സോറോസ്, എന്തൊക്കെ അനുഭവിക്കാൻ പ്രാരബ്ധവശാൽ ഉണ്ടോ അതൊക്കെ അനുഭവിക്കും. ഇത് വേറെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആഗാമിയും സഞ്ചിതവും അകമേ തന്നെ ഭസ്മമായാൽ കൂടെ പ്രാരബ്ധത്തിനെ അനുഭവിക്കേണ്ട ശരീരം പ്രാരബ്ധത്തിനെ അനുഭവിക്കും. പക്ഷേ ഈ അന്തർമുഖ സ്ഥിതി അഥവാ ശരണാഗതി അഥവാ ജ്ഞാനസ്ഥിതി ഉണ്ടെങ്കിൽ ഈ ശരീരത്തിന് അനുഭവിക്കുന്നത് ഒരു വിധത്തിലും ഇയാളുടെ അനുഭവമണ്ഡലത്തിൽ രജിസ്റ്റർ ആവില്ല. അത് അങ്ങനെ ഇരിക്കണം. അതാണ് നൈവ വിധി. വിധിയുണ്ട്. വിധി എവിടെ ഉണ്ട്? പ്രകൃതിയിൽ എന്തൊക്കെയോ നടക്കണു. അതുപോലെ ഈ ശരീരവും പ്രകൃതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അതിലും എന്തൊക്കെയോ നടക്കുന്നു. പക്ഷേ അതില്ല. യത്നം ചെയ്യുന്നവൻ അകമേ തന്നെ അസ്തമിച്ചു പോകും. യത്നം ചെയ്യുന്ന അഹങ്കൃതി, അഹങ്കാരം ഉള്ളിൽ തന്നെ സ്വയമേവ അടങ്ങി ഇല്ലാതായിട്ടും തീരുന്നു. അപ്പോ വിധേഹേ പ്രയത്നസ്യ മൂലവസ്തു സഞ്ജാനതാം നൈവ വിധി നയത്ന. അവിടെ ശാന്തി. ഭാഗവതത്തിൽ ഇതിന് 5-ാമത്തെ സ്കന്ധത്തിൽ തന്നെ ഇതിന് ഈ പ്രിയവ്രത ഉപാഖ്യാനത്തിലും ഏകദേശം ഇതേപോലെ ഒരു ശ്ലോകമൊക്കെ വരും. അവിടെയും പ്രിയവ്രതനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഈശ്വര ഇച്ഛയെ നമുക്ക് അന്യഥാ ചെയ്യാൻ പറ്റില്ല. ജ്ഞാനിയാണെങ്കിൽ പോലും പ്രാരബ്ധത്തിനെ അനുഭവിക്കും. പക്ഷേ പ്രാരബ്ധം അനുഭവിക്കുമ്പോ
ഞാൻ അനുഭവിക്കണു പ്രാരബ്ധത്തിനെ ഭുജിക്കുമ്പോ അഭിമാനശൂന്യ. ആരബ്ധമശ്നന് അഭിമാനശൂന്യ. അഭിമാനമില്ലാത്തതുകൊണ്ട് ഈ പ്രാരബ്ധം അയാളെ ബാധിക്കണില്ല. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ അയാൾക്ക് ആ അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് നമ്മള് സ്വപ്രയത്നം എന്ന് പറഞ്ഞ അഹങ്കാരത്തിനെ ആശ്രയിക്കരുത്. ഈ പ്രയത്നിക്കുന്ന ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ ഞാൻ എന്നുള്ളത് എവിടെ ഉദിക്കുന്നു അവിടെ ലയിക്കും. അവിടെ അഖണ്ഡ ബോധം, അവിഛിന്നമായ ഒരു ബോധം അവിടെ പ്രകാശിക്കും. ശരീരമണ്ഡലത്തിൽ പ്രാരബ്ധം ഒഴുകട്ടെ, പക്ഷെ സ്വരൂപമണ്ഡലത്തിൽ നിശ്ചലത, ശാന്തി, പൂർണ്ണത, അഹങ്കാര ഉദയ അഭാവം, ഈ സ്ഥിതിയൊക്കെ ആന്തരികമായിട്ട് സിദ്ധിക്കാവുന്നതാണ്. അപ്പൊ സ്വാതന്ത്ര്യം ഈ ആന്തരികത്തിലാണ്, സ്വാതന്ത്ര്യം ഉള്ളിലാണ്. അല്ലാതെ സ്വാതന്ത്ര്യം കർമ്മത്തിലല്ല. സ്വാതന്ത്ര്യം ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് ഞാനല്ല എന്നുള്ള ഐഡന്റിഫിക്കേഷൻ ഉപേക്ഷിക്കുന്നതിലാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് ഭഗവാൻ അപ്പോ സ്വാതന്ത്ര്യവും വിധിയും ഒരേ ഇടത്തുണ്ട്. ഒന്നിൽ പുരുഷപ്രയത്നവും വിധിയും ഒരേ ഇടത്തുണ്ട്, അല്ലെങ്കിൽ പുരുഷപ്രയത്നവും വിധിയും രണ്ടും കള്ളമാണ്. അല്ലാതെ ഇത് ഒന്നു മാത്രം നിൽക്കില്ല. ശരീരത്തിന്റെ മണ്ഡലത്തിൽ വിധി എന്താന്ന് വെച്ചാൽ ബോഡി ഈസ് അനദർ നെയിം ഫോർ ഡെത്ത് ആൻഡ് ഐ ആം ഈസ് അനദർ നെയിം ഫോർ ഇമ്മോർട്ടാലിറ്റി. അറിയൊരു വിധത്തിൽ പറഞ്ഞാൽ ബോഡി ഈസ് അനദർ നെയിം ഫോർ ഫേറ്റ് ആൻഡ് ഐ ഈസ് അനദർ നെയിം ഫോർ ലിബറേഷൻ, ഫ്രീഡം. അപ്പൊ ശരീരത്തിന്റെ തലത്തില് ഫെയ്റ്റാണ്, സ്വരൂപത്തിന്റെ തലത്തില് സ്വാതന്ത്ര്യമാണ്. നമ്മളുടെ ശ്രദ്ധ എവിടെ ഇരിക്കുന്നു അതിനനുസരിച്ച് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിക്കും. ശ്രദ്ധ ശരീരത്തിലാണെങ്കിൽ വിധി പ്രവർത്തിക്കും, ശ്രദ്ധ സ്വരൂപത്തിലാണെങ്കിൽ പൗരുഷം പ്രവർത്തിക്കും. അപ്പൊ ഇത് രണ്ടും പറഞ്ഞ ശാസ്ത്രങ്ങൾ തെറ്റല്ല. ശാസ്ത്രങ്ങൾ പൗരുഷത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോഴൊക്കെ ശാസ്ത്രം പറയുന്നത് ജ്ഞാനത്തിനെ നേടൂ, ഭഗവാനെ ആശ്രയിക്കൂ, അതിനാണ് പൗരുഷം. പ്രയത്നത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോഴൊക്കെ ആന്തരികമാണ്, സഹിച്ചുകൊള്ളുക എന്ന് പറയുമ്പോഴൊക്കെ ശാരീരികമായിട്ടുള്ളതിനൊക്കെ സഹിച്ചുകൊള്ളുക എന്നാണ്. തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം. കാരണം അത് പ്രകൃതിയിലുള്ള ചില നിയമത്തിന് വഴങ്ങിക്കൊണ്ട് വന്നും പോയും കൊണ്ടിരിക്കുന്നു. പ്രകൃതിയിലെ ചില നിയമങ്ങൾ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ചൂട്, തണുപ്പൊന്നും നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്തതുപോലെ തന്നെ ശരീരം എപ്പോ ജനിക്കണം, എപ്പോ മരിക്കണം, എന്തൊക്കെ വ്യാധി വരണം, എന്തൊക്കെ സുഖദുഃഖങ്ങൾ അതിന് അനുഭവിക്കാനുണ്ട്, ഇതൊക്കെ എന്തോ ഒരു നിയമത്തിനെ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്നു. അതാണ് മഹർഷിയുടെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഉണ്ടല്ലോ. ട്രെയിനിൽ പോകുന്ന ആള് തന്റെ സൂട്ട് കേസ് തലയിൽ വെച്ചുകൊണ്ടിരിക്കണു അത്രേ. ചോട്ടിൽ വെച്ച് സുഖമായിരുന്നൂടെ? ഇപ്പൊ അദ്ദേഹം പറയാണ്, പാവം ട്രെയിൻ എത്ര ഭാരം ചുമക്കണമല്ലോ, എന്റെ പെട്ടി ഞാൻ ചുമന്നോളാം. ഇത് പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത വാക്ക്, ഈ ജീവനും ഇതുപോലെയാണ്. ജഗത്ത് മുഴുവൻ ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് ഭ്രമിക്കുന്ന ഈ അഹങ്കാരം എന്തിന്? ഒക്കെ ആ പരമേശ്വരന് ശരണാഗതി ചെയ്തിട്ടിരിക്കുക എന്നുവെച്ചാൽ അത് മുഴുവൻ അവന്റെ രാജ്യമാണ്. അവന്റെ രാജ്യത്തിൽ നമ്മൾ എന്തിനു കൈകടത്തണം? നീ ഇരിക്കേണ്ട ഇടത്ത് നീ ഒരു ചൊല്ലുണ്ട്. ആശ്രമത്തിലെ മഹർഷി അനങ്ങാതിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഒന്നിലും ഇടപെടില്ലല്ലോ. അപ്പോ തന്റെ ഒരു അഭിപ്രായം പറയുമ്പോ, താൻ ഇരിക്കേണ്ട ഇടത്ത് താൻ ഇരുന്നാൽ നടക്കേണ്ടതൊക്കെ താനെ നടക്കും. താൻ ഇരിക്കേണ്ട ഇടത്ത് താൻ ഇരിക്കുകയാണെങ്കിൽ നടക്കേണ്ടതൊക്കെ താനെ നടക്കും. അത് ഗീതയിൽ വേറെ ഒരു അർത്ഥം പറഞ്ഞാൽ, അനന്യാശ്ചിന്തയന്തോ മാം യേജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യ. ആ പര്യുപാസനം എന്താണ്? താൻ അടങ്ങിയിരിക്കൽ. അതിന് പര്യുപാസനം. താൻ അടങ്ങിയിരുന്നാൽ ബാക്കിയൊക്കെ യോഗക്ഷേമം ഭഗവാന്റെ കയ്യിലാണ്. അവിടെ പോയിട്ട് നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ല. യോഗക്ഷേമം ഈശ്വരന്റെ കയ്യിലാണ്. ഈ ജീവൻ ചെയ്യേണ്ടത് എന്താ? ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ. താൻ ഉദിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ വീണ്ടും അടങ്ങിയിരിക്കുക. എവിടെ ഉദിക്കുന്നു? അഹങ്കാരം ഹൃദയത്തിൽ നിന്ന് ഉദിക്കുന്നു. അത് ഉദിക്കുന്ന സ്ഥാനം അന്വേഷിച്ചാൽ ഉദിക്കുന്ന സ്ഥാനത്ത് തന്നെ അത് ലയിക്കും. ആ ഉദിക്കുന്ന സ്ഥാനം നമ്മുടെ സ്വസ്വരൂപമാണ്.
അവിടെയാണ് നമ്മളുടെ സ്വാതന്ത്ര്യം. അതിൽ സ്വാതന്ത്ര്യം ഉണ്ട് താനും. അതിൽ വേണമെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്, ഇപ്പൊ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ അല്ലാതെ വല്ല സ്ഥലത്തും സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഒരു രഹസ്യം അറിയുന്നത് കൊണ്ടാണ് മഹാത്മാക്കൾ പരമസത്യത്തിൽ നിന്ന് അല്പം പോലും ചുവട്ടിലിറങ്ങി വരാതെ അതിനെ മാത്രം ബോധിപ്പിക്കുന്നത്. പലപ്പോഴും വേദാന്തം പറയുമ്പോൾ ആളുകളുടെ അഭിപ്രായം അത് പ്രാക്ടിക്കലല്ല, പ്രാക്ടിക്കലായിട്ട് വല്ലതും പറയൂന്നാണ്. ജ്ഞാനികള് കണ്ട ഒരു രഹസ്യം, നമ്മൾ പ്രാക്ടിക്കൽ എന്ന് വിചാരിക്കുന്ന കർമ്മമണ്ഡലം ഒട്ടും പ്രാക്ടിക്കലല്ല. കാരണം അത് പ്രകൃതിയിൽ ഒരു നിയമത്തിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കണം. നമ്മളത് പ്രാക്ടിക്കലാണ്. അങ്ങനെ പ്രാക്ടിക്കലാണെങ്കിൽ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ ലോകം മാറേണ്ടതായിരുന്നു. നമ്മളുടെ ജീവിതവും അങ്ങനെ പ്രാക്ടിക്കൽ ആകുമായിരുന്നുവെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്തണമായിരുന്നു. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കർമ്മമണ്ഡലത്തിൽ ഒരു പ്രാക്ടിക്കാലിറ്റിയും ഇല്ല. കർത്താവിനെ മൂലത്തിൽ അടക്കുന്നതാണ് പ്രാക്ടിക്കൽ. കർത്താവ് ആരെന്ന് അന്വേഷിച്ച് അടങ്ങുന്നതാണ് പ്രായോഗികമായിട്ടുള്ളത്. അല്ലാതെ കർമ്മത്തിനെ മാറ്റിമറിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ തോന്നും. വെറും പാവക്കൂത്താണ്, വെറും പാവക്കൂത്താണ്. അതുകൊണ്ടാണ് പരമസത്യം ബോധനത്തിലല്ലാതെ വേറെ ഒരിടത്തും സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അവർ അല്പം പോലും ചുവട്ടിൽ വരാതെ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായാലും ശരി, മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, അതേ ഗുണം ചെയ്യുള്ളൂ. ബാക്കിയുള്ളത് ഗുണം ചെയ്യണ പോലെ തോന്നും എന്നല്ലാതെ അൾട്ടിമേറ്റായിട്ട് നമുക്ക് നോക്കുമ്പോൾ അത് ഗുണം ചെയ്യില്ല. വിധിനിഷേധങ്ങൾ കൊണ്ട് പ്രയോജനപ്പെടുവാണെങ്കിൽ ഇന്ന് ലോകം എത്രയോ നന്നാവണമായിരുന്നു. സ്കൂളുകളിലൊക്കെ മോറൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക്. പഠിപ്പിക്കുന്ന ആളുകൾക്കേ അത് വരണില്ല, പിന്നെ എങ്ങനെ കുട്ടികൾ പഠിക്കും? അതുകൊണ്ടൊക്കെ ലോകമോ മതങ്ങൾ ഈ വിധിനിഷേധങ്ങൾ വെക്കണത് കൊണ്ട് നന്നാവുമായിരുന്നുവെങ്കിൽ, പ്രയോജനപ്പെടുമായിരുന്നുവെങ്കിൽ പ്രയോജനപ്പെടണമായിരുന്നു. ഓരോ വിധി നിഷേധങ്ങൾ വെക്കുമ്പോൾ അതിനൊക്കെ ഒരു സൈഡ് ട്രാക്ക് കണ്ടുപിടിക്കും ആളുകൾ. എന്താ, ഇവന്റെ വാസനയ്ക്ക് അനുസരിച്ച് ഒഴുകണമേ. അപ്പൊ അകമേക്ക് ചികിത്സ ചെയ്യാതെ പുറമേക്ക് ചികിത്സ ചെയ്തിട്ട് എന്ത് കാര്യം? ഈ വാസനകൾ ക്ഷയിക്കാനുള്ള വഴി അന്വേഷിക്കണം. അതാണ് ഭാഗവതത്തിൽ 6ാമത്തെ സ്കന്ധത്തിൽ അജാമിളോപാഖ്യാനത്തിലും ശുഖബ്രഹ്മ മഹർഷി പറയണത്. അകമേക്ക് ചികിത്സ ചെയ്യണം എന്നാണ്. ഉള്ളിൽ ചികിത്സ ചെയ്യാതെ പുറമേക്ക് ഈ പെയിന്റ് അടിച്ചിട്ട് എന്ത് കാര്യം? അപ്പോ ആ ചികിത്സയാണ് ഇവിടെ ഭഗവാൻ വിധിയുടെയും പ്രയത്നത്തിന്റെയും മൂലം എന്താണെന്ന് അന്വേഷിച്ചാൽ കേവലമായ അധിഷ്ഠാനം, ശുദ്ധമായ ചിത്ത് അതിന്റെ മൂലമായി പ്രകാശിക്കും. ആ മൂലത്തിൽ വിധിയുടെയോ പ്രയത്നത്തിന്റെയോ സ്പർശമില്ല. അവിടെ എപ്പോഴും ഉള്ളത് സ്വാതന്ത്ര്യമാണ്, ആനന്ദമാണ്, ഭഗവത് സ്വരൂപമാണ്. അവിടെ നമ്മളൊക്കെ സ്വതന്ത്രരാണ്. ആ കാര്യത്തിൽ ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ മർമ്മം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.